ആലിയ ഫാത്തിമ ഫോൺ ലാൻഡ്സ്കേപ്പിൽ വെച്ചേ, പോർട്രേറ്റിലായിരിക്കണം, ലാൻഡ്സ്കേപ്പിൽ വെച്ചേ. പള്ളിക്കാര് നീട്ടി കൊണ്ടുപോയി എന്റെ കണ്ണടയും എന്റെ ബാഗും. ഓക്കെ പിള്ളേരെ, മോർണിംഗ് പിള്ളേരെ, മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. അപ്പോ അങ്ങനെയാണ് കാര്യം. ശരി, പിള്ളേരെ മോർണിംഗ്. പിള്ളേരുടെ വീഡിയോ ഒന്നും കാണുന്നില്ലയോ? വീഡിയോ ഒക്കെ കാണണ്ടേ എല്ലാവരുടെയും? 2 ക്ലാസ്സിലെയും PMA ഒക്കെ കാണണ്ടേ? ശരി, അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ് തുടങ്ങിയിട്ടൊക്കെ? എങ്ങനെയുണ്ട് സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സെറ്റാണ്? എങ്ങനെയുണ്ട് സാലിമേ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട്? സാലിം, എവിടെയാ ടോപ്പിക് ഒക്കെ പഠിപ്പിക്കണേ? നമ്മുടെക്കാൾ ഫ്രണ്ടിലാണോ? ടോപ്പിക് ഒക്കെ എങ്ങനെയാ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ എവിടെയാ, എങ്ങനെയാ? ഫിസിക്സ്, മാത്സ് ഒക്കെയോ എവിടെയാന്നറിയോ നിനക്ക്? അറിയോ? കുറച്ച് പുറകിലാന്ന് പറയുമ്പോ പിന്നെ എവിടെയാന്ന് ചോദിക്കൂല്ലോ അല്ലടാ, ഇത്തിരി പുറകിലാണ് അല്ലേ? ശരി, ഫൈൻ, ഓക്കെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ചാപ്റ്റർ 4th ചാപ്റ്റർ, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ്, അതായത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നു. ഒന്ന് എടുത്ത പിള്ളേരുടെ ടച്ചിലേക്ക് വന്നം ഒരുപാട് ഒരു പ്രത്യേക രീതിയിൽ പോകുന്നുണ്ട്. റെക്കോർഡും ലാബുകളും റെക്കോർഡുകളൊന്നും എഴുതി ഒരുപാട് സമയം കളയരുത് കേട്ടോ. റെക്കോർഡൊക്കെ വേറെ രീതിയിൽ ആരെങ്കിലും കൊണ്ട് എഴുതിക്കുവോ ഒക്കെ ചെയ്താൽ മതി. നമ്മൾ ഇങ്ങനെ എഴുതി റെക്കോർഡ് എഴുതി ജീവിതം നശിപ്പിച്ചേക്കരുത്. റെക്കോർഡ് എഴുതരാൻ ആരെങ്കിലും പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അത് എഴുതിച്ചാൽ മതി. റെക്കോർഡ് ചെയ്യുമ്പോൾ സമയം കളയണേ, അല്ലാതെ വേറെ ഗുണമൊന്നും അതുകൊണ്ടില്ല. ശരി, അപ്പോ എവിടെ നമ്മൾ നിർത്തിയേ? നമ്മൾ പറയണ മറ്റേ ആരാന്ന് പറയണേ? നുസ്രീനൊക്കെ ഉണ്ടാകുന്ന നോക്കട്ടെ. നുസ്രീൻ കുറെ ദിവസമായിട്ട് കേറിയില്ല. നുസ്രീനൊക്കെ അന്നുണ്ടായിരുന്നോ? അന്ന് ആ ക്ലാസ്സിലുണ്ടായിരുന്നോ? നുസ്രീനെ ഞാൻ ഇപ്പൊ ഓർക്കുന്നു. നുസ്രീൻ 1-2 ദിവസം എന്തോ ലീവാണ്, റേഞ്ച് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. നിസാബേ എവിടെ വരെ എത്തിയേ? നിസാബേ എവിടെ നമ്മൾ എത്തിയേ? അത് തന്നെ, ടോർക്കോണെ, കറണ്ട് ലൂപ്പ്, പ്ലേസ്മെന്റ്, മാഗ്നറ്റിക് ഫീൽഡ്. അതെ, അത് പലതുണ്ട്. അത് ഏതാ ഫോമിൽ എത്തിയേ? ഡെറിവേഷൻ ചെയ്ത് തുടങ്ങിയോളൂ. ഡെറിവേഷൻ ചെയ്ത് തുടങ്ങിയോളൂ. ശരി, എവിടെ വരെ ചെയ്തു അഫിയെ? റേഞ്ചിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും എവിടെയെങ്കിലും എത്താതെ ഞാൻ നിർത്തൂല. എവിടെ വരെ എത്തി? കംപ്ലീറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. ടോ = IAB. അതെ, കുറച്ചൊരു കാര്യങ്ങൾ പറയണ്ടേ അതിനകത്ത്. ടോ = IAB. അപ്പൊ പിള്ളേർ കേട്ടോ? ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ നിങ്ങളെ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ഉദ്ദേശിക്കുന്ന പഠന രീതിയിലേക്ക് കൊണ്ടുവരാനും കുറച്ച് സമയം കൂടുതൽ ആവശ്യമായിട്ട് വരും. ഓക്കെ, നമുക്കൊരു പ്ലാനിങ് ഉണ്ട്, നമ്മൾ അതനുസരിച്ച് മുന്നോട്ട്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ സാധനമല്ല. ഞാൻ ഓൾറെഡി ആയിട്ടോളൂ ഫോക്കസ് ഏരിയക്ക് വിട്ടതാണ്. ഫോക്കസ് ഏരിയക്ക് അതിന്റെ കൂടെ നമ്മൾ അവസാനമാകുമ്പോൾ പരീക്ഷയുടെ സമയമാകുമ്പോൾ ഫോക്കസ് ഏരിയ മാത്രം പ്ലാൻ ചെയ്തിട്ട് നടത്താൻ ഒരു ഉദ്ദേശമുണ്ട്. അത് നമുക്ക് അപ്പോ തീരുമാനിക്കാം. അത് അപ്പൊ തീരുമാനിച്ചാൽ മതി. ഇപ്പൊ അതിനെ കുറിച്ച് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തലകുത്തി മറേണ്ട ആവശ്യമൊന്നുമില്ല. ശരി, ഇപ്പൊ നമ്മൾ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന രീതിയിൽ അങ്ങ് പഠിച്ചു പോവുക. സാധാരണ പോലെ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ, നമ്മൾ പറയുമ്പോൾ ഒരു ക്ലോക്കിലായിട്ട് പറയാൻ, ജീവിതം തന്നെ കൊഞ്ഞാട്ടിയാവെന്ന് പറഞ്ഞില്ലേ, ഒരു ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തരുത്. ഓക്കെ, സ്കൂളിലും ടീച്ചർമാരും ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഹെഡിങ് പിള്ളേർ കേട്ടോളാം.
മനസ്സിലാവാത്ത ചോദിച്ചോളും, ക്ലിയർ ആക്കിക്കൊള്ളാം, സാധാരണ പോലെ തന്നെ പൊക്കോളം, ട്രാക്കിലായി പൊക്കോളം. റൈറ്റ്, നമുക്ക് നോക്കാം, പഠിച്ചു വരുമ്പോൾ നോക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയ കുട്ടികളുണ്ട്, പുതിയ കുട്ടികൾ കേട്ടോളുക, ഞങ്ങൾ തീരട്ടെ. ഈ ചാപ്റ്റർ ഇന്നോടെ നമ്മൾ ഏകദേശം ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യും. അപ്പൊ പുതിയ കുട്ടികൾ കേട്ടിരിക്കുക. ഓക്കെ, നമ്മൾ പറയുന്നത് ഇതാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു സ്ഥലത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു നോർത്തും സൗത്തും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സപ്പോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്ഥലത്തുണ്ട്, ഇതാണ് ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നോർത്തോ സൗത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അതിലേക്ക് നമ്മൾ ഒരു റെക്ടാങ്കുലർ കോയിൽ വെക്കുകയാണ്. ഒരു റെക്ടാങ്കുലർ കോയിലിങ്ങനെ വെച്ചാക്കാം, റെക്ടാങ്കുലർ ഷേപ്പിലുള്ള കോയിൽ വെച്ചാക്കാം. ഇതിന് ലെങ്ത് ഉണ്ട്, ഇതിന് ബ്രെഡ്ത്ത് ഉണ്ട്. ഇതിന് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടും. ഏതെങ്കിലും പറഞ്ഞ എല്ലായിട്ട് എടുത്തു, ഒരെണ്ണം ബ്രെഡ്ത്ത് ആയിട്ട് ബി ആയിട്ട്. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ലെറ്റർ ക്യാപിറ്റൽ ബി ആണ്. എല്ലാം നിങ്ങൾ മാറിപ്പോവും, നിങ്ങളെല്ലാം മറന്നുപോകും. ലെറ്ററിന്റെ പരിചയമോ അത് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ വിട്ടുപോകും. ശ്രദ്ധിച്ചോളാം. ഇതിൽ കൂടെ ഒരു കറണ്ട് നമ്മൾ ഒഴുകുകയാണ്. ഇതിൽ കൂടെ ഒരു കറണ്ട് ഐ പാസ് ചെയ്യാണ്. കറണ്ട് ഇങ്ങനെ ഐ പാസ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി പോകണം. ആരെങ്കിലും പറയാമോ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത് ഇതിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഇങ്ങനെ പോകുന്ന സിറ്റുവേഷനിൽ എന്തിന്റെ ഡെറിവേഷനാണ് നമ്മൾ പഠിച്ചത്? ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് എന്തിന്റെ ഡെറിവേഷനാണ് നമ്മൾ പഠിച്ചത്? ബുക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ബുക്ക് നോക്കിയിട്ട് ഇതിൽ എന്തിന്റെ ഡെറിവേഷനാണ് നമ്മൾ പഠിച്ചത്? ഹാൻഡ് റൈസ് ചെയ്ത് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഹാൻഡ് റൈസ് ചെയ്ത് എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റിയ ചോദ്യം തന്നെയാണ്. ഇതിൽ എന്തിന്റെ ഡെറിവേഷനാണ് നമ്മൾ പഠിച്ചത്? ആണ് എന്റെ ചോദ്യം. ശരി, ഒന്ന് പറഞ്ഞ ആൽവിനെ ഒന്ന് പറഞ്ഞ എന്തിന്റെ ഡെറിവേഷനാണ് നമ്മൾ പഠിച്ചത്? അതെ. അപ്പൊ ഇതിന് എന്ത് സംഭവിക്കും? ആൽവിനെ ഇതിനെന്ത് സംഭവിക്കും? ഈ സാധനത്തിന് എന്ത് സംഭവിക്കും? വെച്ചിരിക്കുന്ന സാധനത്തിന് ഇത് കറങ്ങും. കേട്ടോളൂ. റൈറ്റ്, മീക പുതിയ ആൾക്ക് ശ്രദ്ധിച്ചോളൂ കേട്ടോ, വീഡിയോ ഓഫ് ചെയ്ത് പോരുത്. ഇത് കറങ്ങും, അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പിള്ളേർ മനസ്സിലാക്കുക, ഇത് പല സ്ഥലത്തും ആവശ്യമുള്ളതാണ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഐഡിയ ബുക്കിൽ നമ്മുടെ ഭാഷയിൽ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതിക്കോണം. കൃത്യമായൊരു ബുക്ക് വേണം. ഉണ്ടാവില്ല നിങ്ങൾക്ക് 50%. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം അനുസരിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. കൃത്യമായൊരു ബുക്ക് ഉണ്ടാവില്ല. ബുക്ക് നിർബന്ധമായിട്ട് വേണം. ഇത്ര രാവിലെ ജനിച്ചിരിക്കുകയാണ്, അപ്പൊ അത് ഗുണം ചെയ്യണമെങ്കിൽ. അപ്പൊ ഇത് നമ്മുടെ ഭാഷയിൽ എന്നിട്ട് എഴുതണം. ഈ റെക്ടാങ്കുലർ ലൂപ്പ് എന്ന് പറഞ്ഞ സാധനം കറങ്ങും. അത് കറങ്ങും. അതാണ് അതിന്റെ ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് ആക്ടിങ് ഓൺ എ അതിന്റെ അത് ആരൊക്കെ ആ കറക്കത്തിന്റെ വാല്യൂ ആണ് ടോർക്ക്. കറക്കത്തിന്റെ വാല്യൂ ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് കറങ്ങുന്നതിന്റെ ആ എഫക്ട്. നമ്മൾ ഫോഴ്സ് എന്ന് പറയും പോലെ കറങ്ങുന്നതിന്റെ ആ എഫക്റ്റ് ആണ് ടോർക്ക്. ഇത് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മൾ പ്രൂവ് ചെയ്തു. അതാണ് നമ്മൾ ഇക്വേഷൻ ചെയ്തത്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് IAB, ആ 3 ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിലൊന്ന് പറഞ്ഞു നോക്കിയേ, RSMCSA ഒന്ന് പറഞ്ഞു നോക്കിയേ. ആരായിരുന്നു അതിനകത്തെ? ആരായിരുന്നു? ബുക്ക് നോക്കി പറ. അതിൽ കൂടെ ഒഴുകണ കറണ്ട്. ആ ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, അതിൽ കൂടെ ഒഴുകണ കറണ്ട് കൂടിയാൽ ടോർക്ക് കൂടും. ഇത് ഞാൻ പറയുന്നത് കുട്ടികളെ എന്റെ ഒപ്പം പുതിയ കുട്ടികൾ ശ്രദ്ധിച്ചോളാം, മീകൾക്ക് ശ്രദ്ധിച്ചോളാം. പുതിയ കുട്ടികൾ നോട്ട് ഞാൻ വേറെ തരില്ല. നോട്ട് ഇതിന്റെ ഒപ്പം കാര്യങ്ങൾ മനസ്സിലായി നിങ്ങളുടെ ഭാഷയിൽ എഴുതിയെടുക്കണം. ഫിസിക്സും കെമിസ്ട്രി മാത്സിന്റെ നോട്ട് എപ്പോഴും അങ്ങനെയാണ്. കെമിസ്ട്രിയിൽ മാത്രം ഇത്തിരി തിയറിക്ക് വരും, പക്ഷെ ഓർഗാനിക് വന്നു തിയറി ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും സ്ട്രക്ചർ. ഒരു ടെക്നിക്കൽ സ്ട്രക്ചർ, ഒരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ. അതായത് എഴുതിക്കോണം. കറണ്ട് കൂടിയാൽ, ഇതിൽ കൂടെ കൊടുക്കുന്ന കറണ്ട് കൂടിയാൽ അവന്റെ കറക്കം കൂടും. ഇത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇത് വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ഒരു എക്സാമ്പിൾ ആരാ പറഞ്ഞത്? ഈ തിയറി വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ആരാ എക്സാമ്പിൾ പറഞ്ഞത്? ഒന്ന് പറഞ്ഞ സലാഹുദ്ദീനെ, ഈ ഡിവൈസ് വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് മോട്ടറാണ്. മോട്ടർ, എല്ലാ ഇലക്ട്രിക് മോട്ടറുകളും, എല്ലാ മോട്ടറുകളും ഇതാണ് തിയറി. ടോർക്ക് ആക്ടിംഗ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, റെക്ടാങ്കുലർ ലൂപ്പ് അല്ലെങ്കിൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. എല്ലാവരും അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ടോർക്ക് ആക്ടിംഗ് ഓൺ. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. മോട്ടറിന്റെ വർക്കിംഗ് ആണ് ഇത് വെച്ച് നമ്മൾ പറയുന്നത് സാധാരണ. അപ്പൊ അതാണ് മോട്ടറിൽ കറണ്ട് കൂടുതൽ കൊടുത്താൽ, നല്ല മോട്ടർ, ഭയങ്കര സ്പീഡിൽ കറങ്ങുന്ന മോട്ടർ, ഫാനിൽ നമ്മൾ എന്ത് ചെയ്യണേ? റെഗുലേറ്റർ കൂട്ടും. റെഗുലേറ്റർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? കറണ്ട് ഒഴുക്ക് കൂട്ടും.
റെഗുലേറ്ററിൽ നമ്മൾ 1, 2, 3. അപ്പൊ നമ്മൾ 3, 4, 5 മാക്സിമത്തിലിട്ട് പോകുമ്പോൾ മാക്സിമം കറണ്ട് കൂട്ടും. മാക്സിമം കറണ്ട് കൂട്ടുമ്പോൾ മാക്സിമം ടോർക്ക്. എല്ലാ മോട്ടറും, മിനി മോട്ടർ, ഫാന്, മിക്സി, എല്ലാ മോട്ടറും ഇതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. റൈറ്റ്? മനസ്സിലാവണ നോട്ടുകൾ മനസ്സിലാവുന്ന രീതിക്ക് എഴുതിക്കോളൂ. ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് മനസ്സിലാവാതെ പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കറണ്ട് കൂട്ടിയാൽ മതി. രണ്ടാമത്തത് ആരാണ്? ആരാ പറഞ്ഞേ? എ ആരാണ്? അഭിരാമി എന്ന് പറഞ്ഞു. എ ആരാണ്? ക്യാപിറ്റൽ എ. ഏരിയ ഓഫ് ദ ലൂപ്പ്. ഏരിയ ഓഫ് ദ ലൂപ്പ് ആണ്. കണ്ടോ? ഇതിന്റെ വലിപ്പം എത്രയുണ്ട്? ലൂപ്പിന്റെ വലിപ്പം. അതാണ് പിള്ളേരെ മനസ്സിലാക്കുന്നത്. മിനി മോട്ടർ എടുക്കുമ്പോ മിനി മോട്ടറിലെ ഏരിയ ചെറുതാണ്. അതുകൊണ്ട് മിനി മോട്ടർ എന്ന് വിളിക്കുന്നത് ചെറുതാണ്, ചെറിയ മോട്ടറാണ്. അതിന്റെ ഉള്ളിൽ ചെറിയ ലൂപ്പാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന മോട്ടറോ, അതായത് നമ്മുടെ കിണറിൽ ഉപയോഗിക്കുന്ന മോട്ടറോ വലുതാണ്. അത് വലിയ ഇൻഡസ്ട്രിയൽ ഉപയോഗിക്കുന്ന മോട്ടറോ വലുതാണ്. അപ്പൊ എന്താ അതിന്റെ കൂടുതൽ? ഏരിയ ആണ് അതിന്റെ കൂടുതൽ. അപ്പൊ പിള്ളേരെ മനസ്സിലാക്കിക്കോളൂ. അതിന്റെ സൈസ് കൂടാനുള്ള കാരണം ഏരിയ കൂടിയാൽ ടോർക്ക് കൂടും. അതാണ് സംഭവം. മൂന്നാമത്തെ ആളാണ് ബി ആരാണ്? ബി ആയിട്ട് ആരാണ്? നെസ്ന ഓർക്കുണ്ടോ? നെസ്ന, ക്യാപിറ്റൽ ബി ആരാണ്? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അപ്പുറം ഇപ്പുറം ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടിയാൽ സ്വാഭാവികമായിട്ടും ടോർക്ക് കൂടും. അതുകൊണ്ടാണ് വലിയ മാഗ്നറ്റ് അപ്പുറം ഇപ്പുറം വെക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? മിനി മോട്ടറിലെ പോലെയല്ല, വലിയ മോട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സോളിനോയിഡ് ആയിരിക്കും. ഇവിടെ സോളിനോയിഡ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ രണ്ട് സൈഡിലും സോളിനോയിഡ് ഉപയോഗിക്കും. മാഗ്നറ്റിക് ഫീൽഡിന് പകരം സോളിനോയിഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതായിരിക്കും. നോക്കിയുള്ളൂ. ഇതൊരു നിങ്ങളുടെ വീട്ടിലെ മിക്സിയുടെ മോട്ടറാണ്. ഒറിജിനൽ നമ്മുടെ മിക്സിയുടെ ഉള്ളിൽ നിന്ന് അയച്ചെടുത്ത ഒരു പാർട്ടാണ്. നിങ്ങൾ നോക്കി, നിങ്ങളുടെ മിക്സിയുടെ ഉള്ളിലേക്ക് ഇത് തന്നെ ആയിരിക്കും. കണ്ടോ? ഇതാണ് കറങ്ങുന്ന സാധനം. ഇതാണ് അതിന്റെ ടോർക്ക്. ഇതാണ് കറങ്ങുന്ന ഭാഗം. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും നോക്കിയാൽ ഇതിന്റെ ഉള്ളിൽ കോയിലാണ്. കണ്ടോ? കറങ്ങുന്ന പാർട്ട് ഇതുണ്ട്. ഇത് കോയിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം. കണ്ട കറങ്ങുന്ന പാർട്ട്, ആ കറങ്ങുന്ന പാർട്ടിന്റെ ഉള്ളില് കോയിലാണ്. ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും. കാണാൻ പറ്റുണ്ടോ സോലിയ? കല്യാണിക്ക് കാണാൻ പറ്റുണ്ടോ? കാണാം. ശരി, നോക്കിയോ. ഇത് നോക്കി, ഇവിടെ വെച്ചാണോ? ഈ രണ്ട് സൈഡിൽ വെച്ചാണോ? ഇത് മാഗ്നറ്റിന് പകരം വെച്ചാണ് ഇത് രണ്ട്. ഇതുണ്ടോ? ഈ രണ്ട് സാധനം. ഇത് ശരിക്കും സോളിനോയിഡാ. നോക്കി, സോളിനോയിഡാ. ഇത് സോളിനോയിഡാ. ഇതാണ് ആ മാഗ്നറ്റ്. രണ്ട് മാഗ്നറ്റ്. അതിന്റെ ഉള്ളിൽ കണ്ട, അതിന്റെ ഉള്ളിൽ റെക്ടാങ്കുലർ കോയിൽ ഉണ്ടോ? ഇതാണ് ഈ കറങ്ങുന്നത്. അപ്പൊ ഇതിനകത്താണ് ടോർക്ക് ആക്ട് ചെയ്യുന്നത്. അതിനകത്ത് കറണ്ട് കൊടുക്കണുണ്ടോ? അല്ല, ഇത് സോളിനോയിഡിലേക്കുള്ള, ഇത് മാഗ്നറ്റ് ആകാൻ വേണ്ടി സോളിനോയിഡ് മാഗ്നറ്റ് ആകാൻ വേണ്ടി കറണ്ട് കൊടുക്കും. ഇവിടുന്ന് കറണ്ട് കൊടുക്കും, ഇതിന്റെ ഉള്ളിൽ നിന്നും കറണ്ട് കൊടുക്കും. അങ്ങനെയാണ് ഇവൻ കറങ്ങുന്നത്. ഇതാണ് ടോർക്ക്. ഇവന്റെ കറക്കാണ് ടോർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഉള്ളിലും കോയിലാ. അപ്പൊ ഫുള്ള് കോയിലാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ധാരാളം കോയിലാ. ശരിക്കും ഇത് കാണാൻ പറ്റുമെങ്കിൽ, ഇതിന്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റൂല. അതിന്റെ ഉള്ളിൽ കണ്ടാലും അത് കോയിലാണ്. മിനി മോട്ടറിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കണ്ടല്ലോ, കോയിലാണ്. അപ്പൊ ഇതാണ് ടോർക്ക് എന്ന് പറയുന്നത്. മിനി മോട്ടറിന്റെ മിനി മോട്ടറിന്റെ ഇവിടെ ഇരിക്കുന്ന മാഗ്നറ്റിക് സെക്ഷൻ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ച ഐഡിയ. ക്ലിയർ? ഐഡിയ മനസ്സിലായിക്കോട്ടെ, എന്താണ് പഠിക്കണെന്നുള്ള ഒരു ബോധം ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് അതിന്റെ കൂടെ വേണം. ശരി, കുഴപ്പമില്ല. ഓക്കെ, ശരി പിള്ളേർ. അപ്പൊ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് മതി. അപ്പൊ ടോയ്സ് ആയി. ഇനി കുറച്ച് ഇക്വേഷനിലേക്ക് പോവാം. ഇക്വേഷൻ ആണല്ലോ നമുക്ക് വേണ്ടേ. നമ്മളിപ്പോ 10ാം ക്ലാസ് പ്ലസ് 2ലേക്ക് പോകും. 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 2ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ലാസ്റ്റ് 10ാം പ്ലസ് 2ലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഇക്വേഷൻ ഐഡിയ വെറുതെ നമുക്ക് മനസ്സിലാവാനേ. ഈ ഇക്വേഷൻ ചുമ്മാ ഇക്വേഷൻ പഠിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? വെറുതെ ഇക്വേഷൻ പഠിച്ചാൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ഓർത്തിരിക്കാൻ. അതിന് കൂടുതൽ ഓർത്തിരിക്കില്ല. അപ്പൊ ഇക്വേഷനും
എന്തെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഐറ്റംസോ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോ ഫിഗറോ ഒക്കെ അറിഞ്ഞിരിക്കണം. വെറുതെ ഇക്വേഷൻ പഠിച്ച് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ കേട്ട് കുറച്ച് മറന്നു. ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഈ IABനെ വേറൊരു കോലത്തിലേക്ക് നമ്മൾ മാറ്റാൻ പോകും. എന്താണെന്നറിയാം, ഈ കറന്റും ഈ ഏരിയയും ഇത് നോക്കിയാൽ നിങ്ങൾ, ഇത് രണ്ടുപേരും എന്ന് പറയുന്നത് കോയിലിൽ കൂടെ ഒഴുകണയാണ്. കറണ്ട് ഇൻറ്റു ഏരിയ ഓഫ് ദ കോയിലാണ്. കറണ്ട് കോയിലിൽ കൂടെ ഒഴുകണ കറണ്ടാണ്. അപ്പൊ ഇത് ശരിക്കും കോയിലിന്റെ പ്രത്യേകതയാണ്. ഇത് കോയിലിന്റെ പ്രത്യേകതയാണ്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഒരു ടേൺ ഒക്കെ എടുത്തോളൂ, ഒറ്റ ടേൺ. നമുക്ക് നമ്പർ ഓഫ് ടേൺസ് കൂടുതലാന്ന് കൂട്ടിക്കോ. നമ്പർ ഓഫ് ടേൺസ് ഇതോടെ പിള്ളേർ കണ്ടോട്ടോ, ജസ്റ്റ് അറിയാം. മിനിമോട്ടറിന്റെ ഉള്ളിൽ നോക്കി, ഇതാണ് മിനിമോട്ടർ. മിനിമോട്ടറിന്റെ ഉള്ളിലെ നോക്കി, ഇതാണ് ആ കോയിൽ ഉദ്ദേശിക്കുന്നത്. ഇതാണ് റെക്ടാങ്കുലർ കോയിൽ. കണ്ടാ, ഇതാണ് അതിന്റെ ഉള്ളിൽ കറങ്ങണം. ഇത് മിനിമോട്ടർ. അതിന്റെ ഉള്ളിൽ മോട്ടറിൽ നമ്മൾ വെച്ചാൽ കറങ്ങുന്ന സാധനം ഇതാണ്. കണ്ടാ, ഇതിന്റെ ഉള്ളിൽ എന്താ നോക്കി, കോയിലാ ചുറ്റിയാണ്. കണ്ടാ, 3 ഉണ്ട് നോക്കി, 3. അപ്പൊ ഒരു കോയിലിന് പകരം 3 കോയിലാ വെച്ചാണ്. അപ്പൊ പവർ കൂടും. 3 കറങ്ങും. ഞാൻ കാണിച്ച വലിയ മോട്ടറിൽ 3 25-30 കോയിൽ ഇതുപോലെ ഉണ്ടാവും. ഇത് റെക്ടാങ്കിൾ ഷേപ്പാണ്. ഇത് ശരിക്കും ഷേപ്പ് റെക്ടാങ്കിളാ. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഉണ്ടാവും അത്രേ ഉള്ളൂ. പാർട്ട് വേറെ ഒന്നുമില്ല. ഇതിനകത്ത് കഴിഞ്ഞ് കറണ്ട് കൊടുക്കുക. ഇതിനകത്ത് കറണ്ട് കൊടുത്താൽ ഇവൻ കറങ്ങും. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഏതാ? ടോ ഈസ് ഈക്വൽ ടു IAB. ഇനി ഞാൻ പറഞ്ഞുതരാം ഒരു കേസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഒരു ഒറ്റ ടേൺ ആണ്. ഒറ്റ ടേണേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. സപ്പോസ് നമുക്ക് 2 ടേൺ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഈ ചുറ്റ് 2 ഉണ്ടെന്ന് കൂട്ടിക്കോ. അപ്പൊ ഇതിൽ കൂടെ ഒഴുകണ കറണ്ട് 2 കറണ്ട് ഒഴുകും. ആദ്യം ഒരെണ്ണത്തിൽ കൂടെ ഒഴുകും, പിന്നെ അതിന്റെ മുകളിൽ കൂടെ വേറെ ഒരെണ്ണം ഒഴുകും. ഇതിന് എല്ലാം ഇൻസുലേറ്റഡാ. അപ്പൊ 2 ഇൻറ്റു വരും. 3 കോയിലാണെങ്കിൽ 3 ഇൻറ്റു വരും. അപ്പൊ n കോയിൽ ഉണ്ടെങ്കിലോ, n ടേൺസ് ഉണ്ടെങ്കിൽ ഈ ഫോർമുല എങ്ങനെ മാറ്റി എഴുതാം? ടോ ഈസ് ഈക്വൽ ടു ഒന്ന് പറഞ്ഞേ. അതിലെ സി ടോ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ലൈവ് ആണോ അല്ലേന്ന് അറിയാനാട്ടോ. അപ്പൊ തന്നെ ആൻസർ വരണം. ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുമ്പോ അപ്പൊ തന്നെ വേണം. ലൈവ് ആണെന്ന് ഇരിക്കണം. രാവിലെ 6 മണിക്ക് എണിച്ചിരുന്ന ഉറക്കം തൂങ്ങും. യാതൊരു സംശയവും കാര്യത്തിലില്ല. അത് പരിചയമില്ലാത്ത സാധനങ്ങൾ കേട്ടാൽ ഉറക്കം തൂങ്ങൽ കൂടും. അപ്പൊ ഒരു ഗ്ലാസ് ചായ വേണം, വെള്ളം വേണം, ഫ്രഷ് ആയിരിക്കണം, ആൻസർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ തന്നെ ആ ഉറക്കത്തെ നമ്മൾ മാറ്റിക്കൊള്ളും. അല്ലാതെ ആരും വരുമെന്നല്ല ഉറക്കത്തെ മാറ്റം. ശരി, പറഞ്ഞോ. അതിലെ സി പറഞ്ഞേ, കേക്കട്ടെ. എങ്ങനെ ഫോർമുല വരും? ടോ ഈസ് ഈക്വൽ ടു എങ്ങനെ? n ഇൻറ്റു I ഇൻറ്റു A ഇൻറ്റു B. അത് NIAB എന്നായി പോകും ഫോർമുല. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, അതിനെ എഴുതിക്കൊള്ളാം കേട്ടോ. ലൈവായിട്ട് എഴുതിക്കൊള്ളാം. ഇല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിന് പുറം പോകും. എങ്ങനെയെങ്കിലും ഇടക്ക് കേട്ട് ഉറങ്ങാന്നുള്ള ചിന്തയായി പോകും. അത് നമ്മൾ മാറ്റിയെടുത്തോളാം. n ഇൻറ്റു I ഇൻറ്റു A ഇൻറ്റു B എന്നായി പോകും ഫോർമുല ടോർക്കിന്റെ. ശരി, ഞാൻ പറഞ്ഞത് അപ്പൊ എന്താണെന്നറിയോ? നോക്കി നിങ്ങൾ, ഇതിനകത്ത് ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. അത് കോയിലിന്റെ ആണ്. I എന്ന് പറഞ്ഞാൽ കോയിലിൽ കൂടെ ഒഴുകുന്ന കറണ്ടാണ്. A എന്ന് പറഞ്ഞാൽ കോയിലിന്റെ ഏരിയ ആണ്. B കോയിലിന്റെ അല്ല. അപ്പൊ ഈ 3 ആൾക്കാർ കോയിലിന്റെ ആണ്. ഈ 3 ആൾക്കാരെ ഒരുമിച്ച് ചേർത്ത് ഞാൻ വേറൊരു പേരിട്ട് വിളിക്കാൻ പോകുന്നത്. ആ പേരാണ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കോയിൽ. കോയിലിന്റെ മാഗ്നറ്റിക് മൊമെന്റ്. ലെറ്റർ M ആണ്. M. ഇതേ കൈലാസാദരം എഴുതിപ്പോക്കോട്ടോ. കൂടെ എഴുതിക്കോ. മനസ്സിലാവണം, കേട്ട് മനസ്സിലാവണം. അപ്പൊ എഴുതിക്കോളൂ. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കോയിൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കണത്. M. സ്മോൾ ലെറ്റർ M. ഇത് കോയിലിന്റെ എന്താന്ന് ചോദിച്ചാൽ കേട്ടോട്ടുള്ളത്. മാഗ്നറ്റിക് മൊമെന്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ കറണ്ട് കൂടെ ഒഴുകി കഴിയുമ്പോൾ തന്നെ, കറണ്ട് ഒരു കോയിലിൽ കൂടെ ഒഴുകുമ്പോൾ തന്നെ, ഒരു സ്ഥലത്ത് ഒരു കറണ്ട് ഒഴുകിയാൽ അതിന് ചുറ്റും എന്തുണ്ടെന്ന് നമ്മൾ പഠിച്ചാക്കണേ? മുഹമ്മദ് ഫാരിസെ, ഒരു സ്ഥലത്തിൽ കൂടെ ഒരു കറണ്ട് ഒഴുകിയാൽ അതിന് ചുറ്റും എന്തുണ്ടെന്ന് നമ്മൾ പഠിച്ചാണ്? അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഫാരിസെ, ഇതിൽ കൂടെ കറണ്ട് ഇങ്ങനെ ഒഴുകാണ്. ഇങ്ങനെ ഒഴുകി ഇതിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം ഒഴുകുണ്ട്, കറണ്ട് ഇങ്ങനെ ഒഴുകുണ്ട്. ഏതാ കുറെ ടേൺസ്. അവസാന ടേണിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുള്ളൂ. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ചുറ്റും എന്തുണ്ട്? ഇവിടെ എന്തുണ്ട് ഫാരിസെ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നല്ല സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ ഫാരിസെ, ഈ പുറത്ത് ഓൾറെഡി എന്തുണ്ട്? നോർത്തും സൗത്തും വെച്ചാൽ പുറത്ത് എന്തുണ്ട്? ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ 2 മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് കൊണ്ടാണ് ഇവൻ എന്തിനാ ശരിക്കും റിപ്പൽ ചെയ്യുന്നതും ഇവൻ കറങ്ങുന്നതും. അത് നിങ്ങൾ മനസ്സിലാക്കിപ്പോ. വേറെ രീതിക്ക് നമുക്ക് പറയാം. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് വേറെ മാഗ്നറ്റ് കൊടുത്താൽ അവന് ചിലപ്പോൾ കറങ്ങും, ചിലപ്പോൾ മൂവ് ചെയ്യും.
ഇല്ലേ? അതേപോലെ തന്നെ ഇവൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ശരിക്കും ഇവന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവൻ ഉണ്ടാക്കും. ഇത് ഞാൻ പറയുന്നത് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതിക്കൊള്ളും. നമുക്ക് പഠിക്കുന്നത് എന്താണെന്ന് ബോധം ഉണ്ടാവണം. അതാണല്ലോ നമുക്ക് ഉദ്ദേശം. അതിലൂടെ മാർക്ക് കിട്ടുക. അപ്പൊ എഴുതണം, എഴുതാതിരിക്കരുത്. മുഹമ്മദ് യാസിൻ അബു എന്ന് എഴുതാതിരിക്കരുത്. വെറുതെ ഇരിക്കുന്നതായിട്ട് യാസിൻ അബുക്ക് വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഇവിടെ നിന്നൊക്കെ വിളിച്ച കഴിഞ്ഞ ദിവസമൊക്കെ, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എന്റെ വീട്ടിലേക്ക് വിളിച്ചതും ക്യാമറയുടെ പ്രശ്നമൊക്കെ പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് ഇങ്ങനെ ഒരു ലൈവ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പുറത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഈ കോയിൽ യഥാർത്ഥത്തിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് എഫക്ട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ സോളിനോയിഡ്ക്കും നമ്മൾ പഠിച്ചാലേ എവിടെ കറണ്ട് കിടത്തുന്ന അതിന് മാഗ്നറ്റിക് എഫക്ട് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കോയിൽ. കോയിലിന്റെ മാഗ്നറ്റിക് പവർ കാണിക്കാനുള്ള കഴിവ്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് കാണൂല, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണേ. അത് കോയിലിന്റെ മാഗ്നറ്റിസം കാണിക്കാനുള്ള കഴിവിനെയാണ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങളത് മനസ്സിലാവുന്ന പോലെ എഴുതി വെച്ചോളൂ. എം സ്മോൾ എം. അപ്പൊ എം ഈസ് ഇക്വൽ ടു എന്താ നമ്മൾ ഫോർമുല പറയുന്നത്? എൻ ഇൻറ്റു ഐ ഇൻറ്റു എ. എൻ ഐ എന്നാണ് അതിന്റെ ഫോർമുല. ഇനി ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മാഗ്നറ്റിക് മൂവ്മെന്റ് ഉണ്ട്, കാന്തത്തിനുണ്ട്. ചുമ്മാ ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ അവനുണ്ട് മാഗ്നറ്റിക് മൂവ്മെന്റ്. അവന്റെ ഫോർമുല ഇതൊന്നും ആവില്ല. ഞാൻ പറയാൻ മനസ്സിലാക്കി എഴുതിയിട്ടുള്ളൂ. എന്ത് മാഗ്നറ്റിക് എഫക്ട് കാണിക്കുന്ന ആൾക്കും എന്തുണ്ട്? മാഗ്നറ്റിക് മൂവ്മെന്റ് ഉണ്ട്. കോയിലിന്റെ പ്രത്യേകതയാണ് അതിന്റെ ഫോർമുല എന്ത്? അവന്റെ കറന്റ്, അവന്റെ ഏരിയ, അവന്റെ നമ്പർ ഓഫ് ടേൺസ്. ഈ മൂന്ന് പേരെ ഡിപ്പെൻഡ് ചെയ്യും. കാന്തത്തിന് അങ്ങനെയൊന്നുമില്ല. കാന്തത്തിന് വേറെ വേറെ ഫാക്ടേഴ്സ് ആണ്. അത് കാരണം അതിനകത്ത് കറണ്ടൊന്നും ഇല്ലല്ലോ. മനസ്സിലായിക്കോളെ എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ എം എവിടെ മാഗ്നറ്റിക് എഫക്ട് കാണിക്കുന്ന ആളുകൾക്ക് എം ഉണ്ട്. കോയിലിനുണ്ട്, ബാർ മാഗ്നറ്റിനുണ്ട്. ബാർ മാഗ്നറ്റിന്റെ ഫോർമുല ഇതാവില്ല. പ്രത്യേക നോട്ട് ചെയ്തോ, പ്രത്യേക പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ അത്. ഓക്കെ, അപ്പൊ എന്തായി പറഞ്ഞ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു നിങ്ങൾ. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യമില്ല. ഉറപ്പാണ് 100% നിങ്ങൾക്ക് ട്രാക്ക് ഉണ്ടാവില്ല. നമ്മൾ പഠിപ്പിക്കുന്ന ലൈവ് ക്ലാസിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ററാക്ഷൻ ഇല്ലാതെ ലൈവ് ക്ലാസ് കൊണ്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ തോന്നിയതൊക്കെ ഒന്ന് ചോദിച്ചേ. ചെറിയ തോന്നലുകൾ കേൾക്കട്ടെ. നേരം ഞാൻ പറഞ്ഞതിന്റെ ഇടക്ക് തോന്നിയതൊന്നും ചോദിച്ചേ. എന്തെങ്കിലും ഉണ്ടാവൂലോ ചോദിക്കാൻ? എന്തെങ്കിലും വേണം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോ, ചോദിച്ചേ, കേൾക്കട്ടെ. എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ ശരിയല്ല. അത് അതെല്ലാം മനസ്സിലാവില്ല. അതെല്ലാം മനസ്സിലാവില്ല എന്ന് എനിക്കറിയാലോ. ഒന്ന് പറഞ്ഞേ എന്തെങ്കിലും സംതിങ് റിലേറ്റഡ് വിത്ത് ദ ടോപ്പിക്. പറഞ്ഞ അൽഫാദെ, പറഞ്ഞ അൽഫാദെ. കുറച്ച് പേരെങ്കിലും ഉണ്ടാവണം. പറഞ്ഞ അൽഫാദെ. അതെ അതെ, ഞാൻ പറഞ്ഞ അൽഫാദെ. അതായത് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് നമ്മൾ പോയില്ലെന്നുള്ളൂ. അൽഫാദെ ചോദ്യം ഇതാട്ടോ, മറ്റേ ക്ലാസ്സുകാരും കേട്ടോ. അത് പറയുന്നത് അട്രാക്ട് ചെയ്യില്ല, റിപ്പൽഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. യഥാർത്ഥത്തിലുണ്ട് അൽഫാദെ. ഇതിന്റെ നമ്മൾ ആ ആംഗിളിൽ പഠിച്ചാൽ ഒരു സൈഡ് അട്രാക്ഷൻ, ഒരു സൈഡ് റിപ്പൽഷൻ. അതിന്റെ അട്രാക്ഷന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ താഴത്തേക്ക് ഓരോ മുകളിലേക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ ആ ആംഗിളിൽ പഠിച്ചില്ല എന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ഷോർട്ട് ഫോം പറഞ്ഞതാണ്. രണ്ട് മാഗ്നറ്റ് വന്നു കഴിയുമ്പോഴാണ് ഈ എഫക്ട് വരുന്നത്. ശരിക്കും അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ പണ്ട് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് അങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം. അപ്പൊ ഫോഴ്സ് കട്ടായിട്ട് കറങ്ങും എന്നൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ. എല്ലാം വരുന്നില്ല, അത് അട്രാക്ഷൻ റിപ്പൾഷനൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ആ ഡയറക്ഷന്റെ പ്രത്യേകത ആരാണ് ഇവ കറങ്ങുന്നത്. അതാണ് ടോർക്ക് എന്ന് പറയുന്നത്. ശരി, പറഞ്ഞോ. സിമ്പിൾ ഡൗട്ടുകൾ ഉണ്ടാവണം കുറച്ച്. എന്നാലാണ് ഈ നമ്മൾ പഠിപ്പിക്കണേൽ നിങ്ങൾ അടുത്ത് വരുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അകന്നു പോകും. സാറ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ക്ലാസ് ഇങ്ങനെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. കുറെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, ഞാൻ പറയുന്നതിലെ കുറെ ഗ്യാപ്പുകൾ, അത് നിങ്ങൾ ചോദിക്കണം. ഓക്കെ, കുഴപ്പമില്ല, വളരെ പെർഫെക്റ്റ് ആണ്. അങ്ങനെ സംഭവമില്ല. നിങ്ങൾക്ക് ആ ഗ്യാപ്പ് ഒന്നും ഇല്ല. +1 പിള്ളേർ അങ്ങനെ ഇല്ല. ഇപ്പൊ +1 പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ +1 പിള്ളേർ എന്ത് കാര്യം പറയാനും കാര്യം. കാരണം അവര് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് കയറിയിട്ടില്ല. നിങ്ങൾക്ക് കുറെ ഗ്യാപ്പും നിങ്ങൾ ഇങ്ങനെ 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 കുറെ ഒരു പ്രത്യേക രീതിയായപ്പോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം മാറണം. ഇനി ഇതിന്റെ SI യൂണിറ്റ് എന്തായി ഞാൻ പറഞ്ഞുതരാം. ഇതിന് SI യൂണിറ്റ് ഉണ്ട്. ഇതിന്റെ SI യൂണിറ്റ് ഉണ്ടായിരിക്കും. മാഗ്നറ്റിക് മൂവ്മെന്റ് SI യൂണിറ്റ് ഉണ്ടായിരിക്കും. ആരാ പറഞ്ഞു? മാഗ്നറ്റിക് മൂവ്മെന്റ് SI യൂണിറ്റ് ഉണ്ടായിരിക്കും. ആരാ പറഞ്ഞു?
ഹാൻഡ് റൈസ് ചെയ്തു. അഭിന എങ്ങനെ വരും? അഭിന എസ് യൂണിറ്റ് എങ്ങനെ വരും? ഞാൻ പറയാം. നമ്പർ ഓഫ് ടേൺസിലുണ്ടോ മോളെ? നമ്പർ ഓഫ് ടേൺസിലുണ്ടോ? ഇതിനുണ്ടോ? നമ്പർ ഓഫ് ടേൺസിന് എസ് യൂണിറ്റ് കൊടുക്കണോ? ഇല്ല, വേണ്ട. നമ്പർ ഓഫ് ടേൺസ് എന്നാണ് കൊടുക്കണ്ട. കറണ്ടിന്റെ എസ് യൂണിറ്റ് എന്ത് കൊടുത്തു? ആംപിയർ. ഇത് ഏരിയയാണ്. ഏരിയയുടെ എസ് യൂണിറ്റ് നമ്മൾ സാധാരണ ഏതാ കൊടുക്കണേ? മീറ്റർ സ്ക്വയർ. തെറ്റ് വന്നു, ഞാൻ ശരിയാക്കി തരാം. പറയാൻ റെഡിയായാൽ മതി. തെറ്റ് വന്നത് പ്രശ്നമില്ല. അപ്പൊ എന്തിന്റെ എസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ പുതിയ കുട്ടികൾ ശ്രദ്ധിച്ചോളാം. ഞാൻ പണ്ടുപോലെ ഇവരോട് പറഞ്ഞാണ്, എന്തിന്റെ എസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ കാണാപ്പാടം പിടിക്കരുത്, ബൈഹാർട്ട് ചെയ്യരുത്. അതിന്റെ ഫോർമുല നോക്കുക, ബേസിക് ഫോർമുല നോക്കുക, അത് ഇട്ട് കൊടുക്കുക. അപ്പൊ ആംപെയർ മീറ്റർ സ്ക്വയർ എസ് യൂണിറ്റ്. ഓക്കെ, ശരി, മുന്നോട്ട് പോട്ടെ. പ്രശ്നമാണെങ്കിൽ അപ്പ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ കണ്ടില്ലെങ്കിൽ വിളിച്ചോളണം. എന്തെങ്കിലും കാണിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തെടുക്കുന്ന ഒരു മോഡ് വരരുത്. ഓക്കെ, ഇനി ഒരു കേസ് പറയാം. ഇവനുണ്ടല്ലോ പിള്ളേര്, ഇവനൊരു വെക്ടറാണ്. എം ഇസ് എ വെക്ടർ. വെക്ടർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ വേണം. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ മോഡാണ് അടുത്ത ചോദ്യം. ഇവന്റെ ഡയറക്ഷൻ നിങ്ങൾ ശരിക്കും കേട്ടോ. ഇവന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നറിയോ? പണ്ട് നമ്മൾ നോർമൽ വരയ്ക്കും പോലെ, പണ്ട് നമ്മൾ സർഫസ് വെക്ടർ വരയ്ക്കും പോലെ. ആരാ പറയണേ? ഇനി സർഫസ് വെക്ടർ വരയ്ക്കും പോലെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു തരാമോ അതിന്റെ ഡയറക്ഷൻ? ആരാ പറഞ്ഞേ അതിന്റെ ഡയറക്ഷൻ? സർഫസ് വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? ആരാ പറഞ്ഞേ? പഴയ ഓർമ്മ വെച്ചിട്ട് എന്ന് പറഞ്ഞ ഐഷ സലീം കേൾക്കട്ടെ. സർഫസ് വെക്ടറിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കല്ലേ? സർഫസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കണ്ടോ, ഇതാണ് സർഫസ് എങ്കിൽ. കേട്ടോ, കുറെ പേര് കൈ ഉയർത്തിയായിരുന്നു. ഞാൻ ചോദിച്ചത് ഒരാളോടാണ്. ഇതാണ് സർഫസ് എങ്കിൽ സർഫസ് ഇത് പെർപെൻഡിക്കുലർ ആയി ഇങ്ങനെയായിരിക്കും. സർഫസ് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ, സർഫസ് എങ്ങനെ ഇരുന്നാലും അതിന് പെർപെൻഡിക്കുലർ. ഇങ്ങനെ തിരിഞ്ഞാൽ ഇങ്ങനെയാണ്. അതാണ് സർഫസ് വെക്ടർ. ഓക്കെ, അപ്പൊ എമ്മിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? സർഫസ് വെക്ടറിന്റെ ഡയറക്ഷനാണ്. അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ ഫിഗറിൽ? എങ്ങനെയായിരിക്കും? നമ്മുടെ നേരെ അങ്ങോട്ട് വരാം, നേരെ അപ്പുറത്തേക്കും വരാം, പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എവിടെയാണോ സർഫസ് കാണണേ അവിടെ നിന്ന് പെർപെൻഡിക്കുലർ, പുറത്തേക്കുള്ള പെർപെൻഡിക്കുലർ. അങ്ങനെ ശരിക്കും ഔട്ട്വേർഡ് നോർമൽ. സർഫസ് വെക്ടർ അങ്ങനെ തന്നെ. നമ്മൾ ഏതാണോ കാണണേ അവിടെ നിന്ന് പുറത്തേക്ക്. അപ്പൊ ഇവിടുന്ന് എങ്ങനെയായിരിക്കും? സ്ക്രീനിലാണെങ്കിൽ ഇങ്ങനെ വെക്കണം. നിങ്ങളുടെ ബുക്കിലാണെങ്കിൽ വരച്ചെടുത്ത് ബുക്കിൽ നിന്ന് പുറത്തേക്ക്. അത് കൃത്യമായി എഴുതി വെക്കണം. മനസ്സിലാവുന്ന പോലത്തെ കൃത്യമായി എഴുതി വെക്കണം എമ്മിന്റെ ഡയറക്ഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, അപ്പൊ എമ്മിന്റെ വെക്ടർ നമുക്ക് നേരെ. ഓക്കെ, അങ്ങനെയാണെന്ന് പറഞ്ഞ നെസറിനെ എം വെക്ടറാണ്. ശരി, ഈ ടോയിനുണ്ടല്ലോ മോളെ, നമ്മൾ എഴുതിയിരിക്കുന്നത് NIAB നമുക്ക് എം ഒന്ന് കൊണ്ടുവരാലോ. അപ്പൊ ടോ ഇസ് ഇക്വൽ ടു എന്ത് വരും? എം ഒന്ന് കൊടുന്ന MB. അബ്സല്യൂട്ട്ലി MB കറക്റ്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വെക്ടറിന്റെ കാര്യം ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. നെസറിനെ ടോർക്ക് ഒരു ഫോഴ്സ് വെക്ടർ ആണോ സ്കെയിലർ ആണോ? ഫോഴ്സ് വെക്ടർ ആണ്. ടോർക്കോ? ടോർക്ക് വെക്ടർ ആണ്. അപ്പൊ ഇത് വെക്ടറാണ്, ഇത് വെക്ടറാണ്. കേട്ടോട്ടോ, ഇയാള് വെക്ടറാണ്. എം. മാഗ്നറ്റിക് ഫീൽഡോ? അതിന് ഡയറക്ഷൻ ഉണ്ടോ? മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷൻ ഉണ്ടോ? ഡയറക്ഷൻ ഉണ്ട്. കറക്റ്റ് ആണ്. അങ്ങനെ പറഞ്ഞതിന് കോൺഫിഡൻസ് വേണം. ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ കോൺഫിഡൻസ് വേണം. ഉണ്ടോ എന്ന് വെച്ചാൽ സാധാരണ ഇല്ല എന്ന് തന്നെ പറയണേ. ഉണ്ടെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് വേണം. ബി ഇസ് എ വെക്ടർ അബ്സല്യൂട്ട്ലി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പഴയ വെക്ടർ ഐഡിയ വെച്ചിട്ട് ചോദിക്കട്ടെ സ്വാലിയ, ഞാൻ ചോദിക്കട്ടെ മോളെ, രണ്ട് വെക്ടറുകൾ പഴയ വെക്ടറാണ്, പഴയ കോൺസെപ്റ്റാ, വന്ന ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റാ. രണ്ട് വെക്ടറുകൾ ഇൻഡു ഇതാക്കുന്നു, കിട്ടുന്ന ആൻസറും വെക്ടർ. അപ്പൊ ഇത് ഏത് ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും സ്വാലിയ? എന്ത് പ്രോഡക്റ്റ് എന്നാ അതിനെ വിളിക്കണേ? ഓർക്കണ്ടോ സ്വാലിയ? രണ്ട് വെക്ടറുകൾ ഗുണിച്ചു കിട്ടുന്ന ആൻസറും വെക്ടർ. എന്തായിരുന്നു?
ക്രോസ് പ്രോഡക്റ്റ് ആണോ? അത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് അതാണ് ക്രോസ് പ്രൊഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റും ഉണ്ട്, ക്രോസ് പ്രൊഡക്റ്റും ഉണ്ട്. അതിൽ ക്രോസ് പ്രൊഡക്റ്റ് ആണ് എന്ത് കിട്ടുള്ളൂ? വെക്ടർ കിട്ടുള്ളൂ. അപ്പൊ ഇത് ക്രോസ് ആണ്, ക്രോസ് ആണ്. അപ്പൊ ടോ ഇസ് ഈക്വൽ ടു എന്ത് ഫോർമുലയായി? നമുക്ക് ഫുൾ ഫോർമുല എം ക്രോസ് ബി. അങ്ങനെ ഇവിടെ നമ്മൾ പഠിച്ചു. ഇപ്പൊ തന്നെ പറഞ്ഞു, പ്രശ്നം പറഞ്ഞു. യാസിനെ പോവും ശ്രദ്ധിച്ചോളാം. മീഘ എന്ന് വെച്ചാൽ സൗണ്ട് ഓണാക്കി നമ്മളെ കേൾക്കട്ടെ. സൗണ്ട് ഒന്ന് കേൾക്കട്ടെ. മീഘ ജോലി സൗണ്ട്. ഓക്കെ, ഈ വെക്ടർ പ്രോഡക്റ്റ് ഒക്കെ ഓർമ്മയുണ്ടോ? +1 ആണ്, അത് എപ്പോഴും ആവശ്യമുള്ളതാണ്, വിട്ടുപോയത്. ഓക്കെ, അപ്പൊ എം ക്രോസ് ബി എന്നാണ് നമുക്ക് ഷോർട്ട് ഫോം വരുന്നേ. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് മാറ്റുമ്പോ അഫിയെ ഓർക്കണ്ടോ? ഇതിനെ നമ്മൾ ഫുൾ ഫോം ആയിട്ട് എഴുതൂലോ. ടോ ഇസ് ഈക്വൽ ടു അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്താ ഫോർമുല? എ ക്രോസ് ബി മാറ്റി കഴിഞ്ഞാൽ MB sin theta. അപ്പൊ MB sin theta എന്ന് വരും. വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? MB sin theta കൊടുക്കണം. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ എല്ലാ ഐഡിയയും അതിന്റെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ വെച്ച് ധാരാളം പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ചോദിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നോക്കുക എങ്ങനെയാ കിടക്കണേന്ന്, എന്നിട്ട് വാല്യൂസ് കൊടുക്കുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പിള്ളേര്. വിട്ടുപോയിട്ടുണ്ട് പിള്ളേര് കുറെ കാര്യങ്ങൾ എഴുതണം. ഞാൻ പറഞ്ഞത് ചെറിയ ഓരോ പോയിന്റും ചോദിച്ച് മനസ്സിലാക്കി എഴുതണം. എന്തെങ്കിലും ഉണ്ട് പ്രശ്നം ഇപ്പൊ തന്നെ പറഞ്ഞു കേക്കട്ടെ. അന്നൊക്കെ ചോദിച്ചേ, അന്ന ഇല്ല എന്ന് പറഞ്ഞിരിക്കില്ല. അന്ന യു ഹാവ് സം ഡൗട്ട്സ്, ഐ നോ ദാറ്റ്. ഒന്ന് പറഞ്ഞു കേക്കട്ടെ, എന്താ പ്രശ്നം ഒന്ന് കേക്കട്ടെ. അന്നാരേഷൻ പറഞ്ഞു കേക്കട്ടെ. ഒരു പ്രശ്നം പറഞ്ഞു. ഈ ഇത്രയും പറഞ്ഞതിൽ ഒരു പ്രശ്നം പൂർണ്ണമായി ക്ലിയർ ആയെന്ന് പറയണ്ട. അങ്ങനെ ആവില്ല. അങ്ങനെ ആവണമെങ്കിൽ ഒരു പ്രശ്നം പറഞ്ഞു. എന്തിനാണ് പറയിക്കണേ? നിങ്ങൾ ആ പറയാനുള്ള ഒരു മടിയുണ്ടല്ലോ. യു ഹാവ് സം ഇനേർഷ്യ, റൈറ്റ്? ഒരു ഗ്യാപ്പ് വന്നു. +1 അവസാനം നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ പഠിപ്പിച്ചു, പിന്നെ പരീക്ഷ, പിന്നെ ഗ്യാപ്പ്, പിന്നെ അങ്ങനെ ഇങ്ങനെ കേട്ടിരിക്കുന്ന ഒരവസ്ഥ. അത് മാറണമല്ലോ. ഒന്ന് പറഞ്ഞു തന്നെ കേക്കട്ടെ. എന്തെങ്കിലും ഒരു ഡൗട്ട് പറയുന്നത്? അന്ന റൈറ്റ്. എന്നാ ഞാൻ ചോദിക്കാം, ആരാ സാറേ തീറ്റ എന്ന് പറഞ്ഞു? ആരാ സാറേ തീറ്റ എന്ന് അന്ന എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ ആൻസർ പറഞ്ഞത്? Angle between M and പറഞ്ഞോ? ബ്രില്യന്റ്. ആംഗിൾ ബിറ്റ്വീൻ M and B. Absolutely. It is the angle between M and B. Correct ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട് റൈറ്റ്? ശരിക്കും അങ്ങനെ ചോദിക്കുമല്ലോ, സാറേ തീറ്റ അവിടെ പെട്ടെന്ന് തീറ്റ അങ്ങനെ വന്നാൽ അല്ലേ? റൈറ്റ്, സാധാ സംശയമാണ്. തീറ്റ വന്നാൽ ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ M and B. എമ്മും ബിയും ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് എന്ത്? തീറ്റ. ശരി, ക്ലിയർ. അപ്പൊ ഞാൻ അവിടെ അക്കാര്യങ്ങൾ ഏകദേശം കൊണ്ട് ഞാൻ അവിടെ നിർത്താം. ഇതിന്റെ കോൺസെപ്റ്റ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പഠിപ്പിക്കും നിങ്ങളെ. കുറച്ച് വിത്തിലൂടെ ഒരു ആവശ്യമുണ്ട് എനിക്ക്. അടുത്ത ചാപ്റ്ററിലും ആവശ്യമുണ്ട്. അതങ്ങനെ നമുക്കപ്പോ കാണാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ലല്ലോ പിള്ളേര്? മുന്നോട്ട് പോട്ടെ. ഓക്കെ, പറഞ്ഞോ. പറഞ്ഞു. സർ, ഇതിനകത്ത് മറ്റേ കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് ഇല്ലേ, അത് സ്മോൾ തന്നെ എഴുതി വെച്ച് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ചോദ്യങ്ങൾ ഈ സിമ്പിൾ ചോദ്യങ്ങൾ വരട്ടെ. സാധാരണ മോളെ ശ്രദ്ധിച്ചോ, ഫിസിക്സിൽ ഈ സ്മോൾ ലെറ്റർ n സാധാരണ നമ്മൾ ഈ തൊട്ട് മുമ്പ് ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ച പോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് പൊതുവെ നമ്മൾ ഫിസിക്സിൽ എല്ലാത്തിനും ഈ n എന്ന് കൊടുത്താൽ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചപ്പോൾ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. പൊതുവെ ഫിസിക്സിൽ സ്മോൾ ലെറ്റർ n ഉപയോഗിച്ചാൽ പെർ എന്തെങ്കിലും ഉണ്ടാവും, പെർ ഏരിയ, പെർ വോളിയം, പെർ ലെങ്ത്. അതുകൊണ്ട് പൊതുവെ ക്യാപിറ്റൽ n സ്പെഷ്യലായി നമ്മൾ ഉപയോഗിക്കും. ദിസ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഇതിനകത്ത് വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് ക്യാപിറ്റൽ n. എന്നും മോള് ചോദിച്ചത് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇനി ബോർഡ് എക്സാമിന് പോകുമ്പോഴൊക്കെ പ്രോബ്ലം വന്നാൽ നമ്മൾ കൺഫ്യൂഷൻ ആവുന്ന സാധനമാണ് ചോദിച്ചത്. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നിയത് ചോദിക്കാതെ നിങ്ങളുടെ ക്വാളിറ്റി 0 ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. നിങ്ങൾക്ക് ക്വാളിറ്റി വേണ്ടി പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഒരു ഫിസിക്സിന്റെയോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കേട്ടാൽ സാറേ അതിനകത്ത് മ്യൂ എന്താണ്, സാറേ ഈ
ക്യാപിറ്റൽ എ എന്താണ്? ഇതുവരെ ചോദിക്കാതെ ക്വസ്റ്റ്യൻ ആൻസർ ഒരു സൈഡിൽ നിന്ന് അടിച്ചങ്ങോട്ട് വിട്ടിട്ട് പരീക്ഷയ്ക്ക് വിടുന്ന നിങ്ങളെ ഏറ്റവും വലിയ അധപ്പതനായിരിക്കും അത്. യാതൊരു സംശയക്കരുതില്ല. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം, കുഴപ്പമില്ല. ഒരു സാധനം ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു മനസ്സിലാവാതെ നോട്ട് എഴുതിയെടുക്കുക, ആ നോട്ട് കയ്യിൽ പിടിക്കുക. പഠിക്കണമെങ്കിൽ ഉഴപ്പ് പോട്ടെ, ഉഴപ്പാണ്. അവൻ ഭാവിയിൽ രക്ഷപ്പെടും. കാരണം അവൻ എപ്പോഴാണ് ആവശ്യം തന്നെ അവൻ അത് കിട്ടും. ഇത് ക്വാളിറ്റി ഇല്ലാതെ പോയാൽ പിന്നെ അവൻ എങ്ങനെ രക്ഷപ്പെടാൻ ചിന്തിച്ചാൽ തന്നെ എങ്ങനെ രക്ഷപ്പെടും? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിള്ളേർ കേട്ടോ. അപ്പൊ ഇത് ക്യാപിറ്റൽ എൻ എവിടെ കണ്ടാലും ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് ഫിസിക്സിൽ ഉപയോഗിക്കുന്നത്. സ്മോൾ ലെറ്റർ എൻ ആകുമ്പോൾ അതിനകത്ത് എപ്പോഴും അതിനൊരു അർത്ഥമുണ്ട്. എന്തർത്ഥമുണ്ട്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ള ഒരു അർത്ഥമുള്ളതുകൊണ്ട് ഡിവൈഡ് ബൈ ലെങ്ത് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയിപ്പോ മോളത് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചു, അതിനകത്ത് കൃത്യ വാല്യൂ ഇട്ടുള്ളത് കുഴപ്പമില്ല. പക്ഷെ എഴുതുമ്പോൾ പൊതുവെ എന്ത് എഴുതിയാൽ മതി? ക്യാപിറ്റൽ എൻ എഴുതാൻ ശ്രദ്ധിച്ചാൽ മതി. ശരി, ഓക്കെ, പ്രശ്നമില്ല, മുന്നോട്ട് പോവാം. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കണം. വേറൊരാളെ കുറിച്ചാണ്, പുതിയൊരു ടോപ്പിക്കാണ്. ഈ ചാപ്റ്ററിന്റെ നമുക്ക് ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ്. അതിന്റെ പേരാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഇതാണ് എനിക്ക് ഇനി പഠിപ്പിക്കുന്നത്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഫാത്തിമ ലേഡി കൊടുത്താ? അല്ല ഫാത്തിമ, എന്താ മോളെ ഗാൽവനോമീറ്റർ? എന്താ ഐറ്റം? ഓർക്കണ്ടോ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഗാൽവനോമീറ്ററെ കുറിച്ച്? ഇലക്ട്രിക് കറന്റ് പ്രസൻസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ്. അല്ല, അപ്പൊ ഈ അമ്മീറ്റർ എന്നാ? അമ്മീറ്റർ അത് ഇലക്ട്രിക് കറന്റ് പ്രസൻസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്തെങ്കിലും വ്യത്യാസം? അമ്മീറ്ററിന്റെ അകത്ത് മറ്റേ ഇത് കാണിക്കുന്നുണ്ട്, എന്തോരം ആംബിയർ കറന്റ് എന്തോരം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഗാൽവനോമീറ്റർ അത് കറന്റ് ഓടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. കറക്റ്റാണ്. പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് പതിവ്. അതായത് അമ്മീറ്റർ യഥാർത്ഥത്തിൽ മെഷർ ചെയ്യാൻ, കറണ്ട് എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യാനാണ് ഈ അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. വോൾട്ട് മീറ്റർ വേറെ സാധനം. വോൾട്ട് മീറ്റർ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് അളക്കാണ്. മീറ്റർ അളക്കാണ് ശരിക്കും. വോൾട്ടേജിനെ അളക്കാണ് എത്രയുണ്ടെന്ന് ശരിക്കും കാണിക്കും അതിനകത്ത്. നമ്മൾ വെയിങ് മെഷീൻ പോലെ നമ്മുടെ വെയിറ്റ് ഇങ്ങനെ കാണിക്കും അതിനകത്ത്. ഗാൽവനോമീറ്റർ അങ്ങനെയല്ല. ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് വെരി സെൻസിറ്റീവ് ഡിവൈസ് ആണ്. സെൻസിറ്റീവ് ആണ്. അതിന് വലുതൊന്നും അളക്കാൻ പറ്റുന്നില്ല. അവന് ഉണ്ടോ ഇല്ലയോ? വെരി ഫീബിൾ കറണ്ട്. ഏറ്റവും ചെറിയ കറണ്ട് വരെ ഉണ്ടോ ഇല്ലയോ എന്ന് കാണിക്കും. അതാണ് ഇവന്റെ പണി. വൃത്തമുള്ള ശ്രദ്ധിച്ചോളും. പിന്നെ ഈ ഗാൽവനോമീറ്റർ ഇങ്ങനെ ഇരിക്കില്ലേ? ഗാൽവനോമീറ്ററിന്റെ സൂചി എപ്പോഴും അതിന്റെ നീഡിൽ നടുക്കായിരിക്കും. അവൻ ഇങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോവും. അപ്പോ അതെന്തു കാണിക്കും? അതിന്റെ അർത്ഥം ഡയറക്ഷനും കാണിക്കും. ഒരു ഡയറക്ഷനിലാണെങ്കിൽ ചിലപ്പോൾ വലത്തേക്ക് കാണിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇടത്തേക്ക് കാണിക്കും. ഇതാണ് എനിക്ക് പണി. എന്നാൽ അമ്മീറ്റർ വോൾട്ട് മീറ്റർ അങ്ങനെയൊന്നുമല്ല. അമ്മീറ്ററിൽ ഇങ്ങനെ ഏന്ന് എഴുതിയിട്ടുണ്ടാവും. അമ്മീറ്ററിൽ ഇവിടെ ആയിരിക്കും 0, ഗാൽവനോമീറ്ററിൽ നടുക്കായിരിക്കും 0. ഗാൽവനോമീറ്ററിൽ എപ്പോഴും നടുക്കായിരിക്കും 0. എന്നിട്ട് 1 2 3 ഇങ്ങനെ ഇങ്ങോട്ടും. അമ്മീറ്ററിൽ ഇവിടെ ആയിരിക്കും 0. എന്നിട്ട് ഇങ്ങനെ എപ്പോഴും റീഡിങ് ഇങ്ങനെ കാണിക്കും 1 2 3 4. വോൾട്ട് മീറ്റർ ഇത് തന്നെ. ഗാൽവനോമീറ്റർ അങ്ങനെയല്ല, നടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. മനസ്സിലാവണ കോലങ്ങള് മനസ്സിലാവണ രീതിക്ക് എഴുതിക്കോളൂ കേട്ടോ. മനസ്സിലാവണ രീതിക്ക് എഴുതിക്കോളൂ. അലിമോനെ നോട്ട് എഴുതുന്നത് കാണട്ടോ. അലിമോനെ വെറുതെ ഇങ്ങനെ കേട്ടോ അങ്ങനെ ഒരു ഇരിക്കലില്ല അലിമോനെ. അങ്ങനെ ഇരിക്കാൻ ചെയ്യുന്നത് സാറേ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ, അറിയാമെങ്കിലും എഴുതിക്കോ. അല്ലെങ്കിൽ നമ്മൾ ലൈവ് ആവില്ല. നോട്ട് എഴുതുക, നോട്ടിൽ നോട്ട് ചെയ്യുക, ചോദിക്കുക, നോട്ടിൽ നോട്ട് ചെയ്യുക, വീണ്ടും എഴുതുക. അങ്ങനെ ക്ലാസ് കേൾക്കണ്ടേ? ഒരു സംശയക്കാര്യത്തിലില്ല. ലെക്ചർ നോട്ട്സ് ആണോ? ചുമ്മാ ലെക്ചർ നോട്ട്സ് അല്ല. നമുക്ക് മനസ്സിലാവണ കോലത്തിൽ വേണം എഴുതാൻ. ടീച്ചർ കാണിക്കുന്ന ബോർഡിൽ കാണിക്കുന്ന ഞങ്ങൾക്ക് ലെക്ചർ നോട്ട്സ് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. വെറുതെ അതുകൊണ്ടൊരു ഗുണമില്ല. ടീച്ചർ ബോർഡിൽ എഴുതുന്ന പോയിന്റ് ചുമ്മാ എഴുതിയിട്ടുണ്ടിരിക്കും. അത് കാര്യമില്ല. ടീച്ചർ പറഞ്ഞത് നമ്മുടെ ഭാഷയിൽ എഴുതുക. അപ്പൊ ഈ നോട്ട് ഭാവിയിൽ നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. വി വിൽ ഹാവ് ദാറ്റ് മിനിറ്റ്സ് ഓഫ് ദ ക്ലാസ്. ക്ലാസ്സിൽ ഓരോ മിനിറ്റും നമുക്ക് ആ നോട്ട് ചെയ്ത് മനസ്സിലാവും. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞത് മനസ്സിലായിട്ട് ആ ഭാഷയിൽ എഴുതി വെക്കുക. റൈറ്റ്? എഴുതാതിരിക്കേണ്ട ആരും. ചാരി ഇങ്ങനെ ഇരിക്കണ്ട.
എന്നെ കണ്ടുകൊണ്ട് ആരും ഇരിക്കണ്ട. റൈറ്റ്? ശരി, മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇതാണ് മൂവിങ് കോയിൽ ഗാലവനോമീറ്റർ എന്ന് പറയുന്ന ഐറ്റം. ഇനി നമ്മൾ പറയുന്നത് ഇത് സെൻസിറ്റീവാണ്, ഇത് അളക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്തേക്ക് കറണ്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? ഇതിനകത്തേക്ക് കറണ്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഈ ഇതെന്ത് ചെയ്യും? ഈ നീഡില് അനങ്ങും. ശരിക്കും അനങ്ങാൻ കാരണം എന്താ പറയുക? നമ്മുടെ ഈ സെയിം പരിപാടിയാ. ഇതിനകത്തൊരു നോർത്ത് പോൾ ഉണ്ടാവും, ഒരു സൗത്ത് പോൾ ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ ഒരു കോയിൽ വെച്ചിട്ടുണ്ടാവും, റെക്ടാങ്കുലർ കോയിൽ. ഈ റെക്ടാങ്കുലർ കോയിലിൽ നിന്ന് ഒരു നീഡിലിങ്ങനെ നിൽക്കും. റെക്ടാങ്കുലർ കോയിലിൽ നിന്ന് ഒരു നീഡിലുണ്ടാവും. അതിന്റെ പാർട്സും വിശദീകരിച്ച ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് വിശദീകരിച്ച് നമ്മൾ പറയണില്ല. നമ്മൾ അതിന്റെ മെയിൻ കണ്ടന്റും അതിന്റെ ഇക്വേഷനും അതിന്റെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോണവർക്ക് രീതിക്കാണ് പറയുന്നത്. അതിന്റെ തിയറി പണ്ടത്തെ സിലബസിൽ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് തിയറി മൂവിങ് കോയിൽ ഗാലവനോമീറ്റർ എങ്ങനെയാണ്, എന്താണ് ഓരോ പാർട്സും ഞാൻ ഓരോന്നും പറയുന്നില്ല, ശ്രദ്ധിച്ചോ. നമുക്കൊരു നോർത്ത് പോള്, ഒരു സൗത്ത് പോയില്, റെക്ടാങ്കുലർ കോയിൽ, ഇതിൽ കൂടെ നമുക്ക് കറണ്ട് കടത്തിവിടാം. റെക്ടാങ്കുലർ കോയിൽ കൂടെ കറണ്ട് കടത്തിവിടാം. എന്നിട്ട് നമ്മൾ ഒരു പോയിന്റർ വെച്ച് കൊടുക്കും. അപ്പൊ നമ്മൾ ആകെ കാണുന്ന ഭാഗം ഇതായിരിക്കും. ഈ ടോപ്പ് ഭാഗം മാത്രമേ നമ്മൾ കാണൂ. ഇതാണ് അതിന്റെ ഉള്ളിൽ. എന്നിട്ട് നമ്മൾ കറണ്ട് അളക്കേണ്ട കറണ്ട് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിൽ കൂടെ കറണ്ട് അങ്ങോട്ട് കടത്തിവിടും. കറണ്ട് ഇതിൽ കൂടെ അങ്ങോട്ട് കടത്തിവിടും. അങ്ങനെ ഈ കോയിലിൽ കൂടെ കറണ്ട് അങ്ങോട്ട് കടത്തിവിടുമ്പോ എന്താ അതിനകത്ത് സംഭവിക്കുന്ന ബേസിൽ ജോയി? ഒരു കറണ്ട് അങ്ങോട്ട് കടത്തിവിടുമ്പോൾ തന്നെ നമ്മൾ ആ ഡിവൈസ് അങ്ങോട്ട് ഏത് സർക്യൂട്ടിലാണോ കറണ്ട് ഉണ്ടോ എന്ന് നോക്കേണ്ടത്. അവിടെ കൊണ്ടുപോയി നമ്മൾ അങ്ങോട്ട് പിടിപ്പിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കായിരിക്കും? കറണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ കയറി പോകും. അപ്പൊ മൂവിങ് കോയിൽ ഗാലവനോമീറ്ററിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറി പോകുമ്പോൾ ശരിക്കും എവിടെ പോണേ? ഒരു രണ്ട് മാഗ്നറ്റിന്റെ ഇടക്ക് ഒരു റെക്ടാങ്കുലർ കോയിൽ വെച്ചാക്കണം. ആ റെക്ടാങ്കുലർ കോയിൽ കൂടെ കയറി ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ബേസിൽ അവിടെ? എന്താ കാരണം മോനെ? ആ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാതെ കാരണം എന്തായിരിക്കും? യഥാർത്ഥത്തിൽ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? അതാണ് സംഭവം. കണ്ടോ? അപ്പൊ മോട്ടർ അല്ല ഇക്വലന്റ് നമുക്ക് പഠിക്കുന്നത്. ഇക്വലന്റ് നമുക്ക് എന്താ ഐഡിയ പഠിക്കാറുള്ളത്? Torque acting on a current carrying conductor or current carrying loop which is placed in a magnetic field which work in a device ഏതാണ്? മൂവിങ് കോയിൽ ഗാലവനോമീറ്റർ ആണ്. റൈറ്റ്? അതാണ് എന്തിനു വിളിച്ചാണ് മൂവിങ് കോയിൽ, അനങ്ങുന്ന കോയിൽ. അപ്പൊ കറണ്ട് കടന്നു വിടുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? അനങ്ങുമല്ല, കറങ്ങും. ഈ കറക്കമാണ് എന്ത് ചെയ്യണേ? ഇവൻ കറങ്ങുമ്പോ ഈ നീഡിൽ എന്ത് ചെയ്യും? നമ്മൾ നോക്കുമ്പോ അപ്പൊ കറണ്ട് കടന്നു പോകുമ്പോ ഇവൻ കറങ്ങുമ്പോ ഇവൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നീഡിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യും. കേട്ടോ? അപ്പൊ എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യണം അത്ര നീഡിൽ ചെയ്യും. അപ്പൊ പുള്ളൊരു ഐഡിയ, കൃത്യം ഐഡിയ എഴുതി വെക്കണം. മൂവിങ് കോയിൽ ഗാലവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ ഏതാണെന്ന് 1 മാർക്ക് ചോദിച്ചാൽ മൂവിങ് കോയിൽ ഗാലവനോമീറ്റർ എന്തിന്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യാൻ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ മനസ്സിലപ്പത്തിന് കയറിക്കൊള്ളണം. ഇതാ ടോർക്ക്. ഇതിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ഇതിന്റെ ഉള്ളിൽ വേറെ ആരും ഇല്ല, റെക്ടാങ്കുലർ കോയിലാണ്. മോട്ടറിന്റെ പാർട്സ് തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ. ഇത് വേറെ കുറെ സെറ്റപ്പ് ഉണ്ട്. ഒരു സ്പ്രിംഗ് ഒക്കെ പിടിപ്പിക്കും, തിരിച്ചു വരണല്ലോ. മോട്ടറിൽ അത് വേണ്ട, ഇതിനകത്തൊരു സ്പ്രിംഗ് ഒക്കെ പിടിപ്പിക്കും. അങ്ങോട്ട് പോയാൽ തിരിച്ചു വരണം. അപ്പൊ കുറച്ചങ്ങ് കറങ്ങുമ്പോൾ തിരിച്ചു വരാൻ അതിന് പിടിപ്പിക്കും. പറഞ്ഞേ, പ്രശ്നങ്ങൾ പറഞ്ഞേ, മനസ്സിൽ തോന്നിയ പ്രശ്നങ്ങൾ അപ്പ പറഞ്ഞേ, കേക്കട്ടെ. ഞാൻ പറഞ്ഞതിന്റെ ഇടക്ക് ചോദിച്ചോളൂ. പറഞ്ഞേ മിസ്സേ, എന്താ പ്രശ്നം? പറഞ്ഞേ. മിസ്സേ പറഞ്ഞേ, എന്നാ പ്രശ്നം? പ്രശ്നമില്ല സർ, ഒന്നുമില്ല, ക്ലിയർ ആണ്, അബ്സല്യൂട്ട്ലി ക്ലിയർ ആണ്. ശരി, ഓക്കെ. മുദ്ദസിറെ ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഓക്കെ, കേട്ടോ. അപ്പൊ അതങ്ങനെ കറങ്ങും. പിന്നെ ഒരു സ്പ്രിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് അതിന്റെ ശരിക്കും തിയറി പഠിക്കുമ്പോൾ. നമുക്ക് അതൊന്നും വേണ്ട, തിയറി നമ്മൾ പഠിക്കില്ല. സ്പ്രിംഗ് കൊണ്ട് തിരിച്ചിട്ട് വരും. ഇനി കറണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുമ്പോ ടോർക്ക് ഓപ്പോസിറ്റ് ആവും. ടോർക്കിന്റെ ഡയറക്ഷൻ മാറും, അവൻ ഇങ്ങോട്ടാവും. അതാണ് കറണ്ട് ഡയറക്ഷൻ മാറുമ്പോൾ എന്ത് ചെയ്യണം? ഇവൻ ഇങ്ങോട്ടാവും. കറണ്ട് ഒരു ഡയറക്ഷനിൽ പോയാൽ അവൻ റൈറ്റ്, ചിലപ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കും കറണ്ട്. രണ്ട് ഓപ്പോസിറ്റ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ പോയിന്റർ അങ്ങോട്ട് പോയ പോയിന്റർ തിരിച്ചു വരും, ഇപ്പുറത്തേക്കാവും. അങ്ങനെ നമുക്ക് ഡയറക്ഷനും കണ്ടുപിടിക്കണം. അതാണ് മൂവിങ് കോയിൽ ഗാലവനോമീറ്ററിന്റെ കോൺസെപ്റ്റ്. ഫോർമുല ഏത് തന്നെ? മറ്റേ ഫോർമുല തന്നെ. ടോ ഈസ് ഈക്വൽ ടു പറഞ്ഞോ
പ്രിൻസിപ്പിൾ ഒന്നോട് പറയോ? കട്ടായിരുന്നു. പ്രിൻസിപ്പിൾ ഇത് തന്നെ പോലെ നമ്മൾ മോളിൽ അതേ ഹെഡിങ് എഴുതിയാൽ വേറെ ഒന്നും നമ്മൾ പറയണ്ട. ടോർക്ക് ആക്ടിംഗ് ഓൺ എ കറണ്ട് റെക്ടാങ്കുലർ ലൂപ്പ്, കറന്റ് ക്യാരിങ് റെക്ടാങ്കുലർ ലൂപ്പ് വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. രണ്ട് മാഗ്നറ്റിക്കിന്റെ ഇടക്ക് ഒരു റെക്ടാങ്കുലർ ലൂപ്പ് വെച്ചിട്ട് അതിൽ കൂടെ ഒരു കറണ്ട് കടത്തി വിട്ടാൽ അത് ടോർക്ക് ആക്ട് ചെയ്തിട്ട് അവൻ കറങ്ങും. ഇതാണ് എന്റെ പ്രിൻസിപ്പിൾ. ആ കറക്കുമ്പോൾ നമ്മൾ എന്ത് വെച്ച് കൊടുക്കും? ഒരു പോയിന്റർ വെച്ച് കൊടുക്കും. ആ പോയിന്ററിൽ നമുക്ക് കാണിക്കും. അപ്പൊ കഴിഞ്ഞ ഹെഡിങ് തന്നെയാണ് ഇവന്റെ പ്രിൻസിപ്പിൾ. ഫോർമുല ഏത് തന്നെ, സെയിം ഫോർമുല, NIAB അല്ലെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു MB, M ക്രോസ് B, സെയിം ഫോർമുല. എന്താ പറഞ്ഞോ? പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ചോദിക്കട്ടെ. അപ്പൊ ഞാനിത് ഇൻകംപ്ലീറ്റ് ആയിട്ടാ സംസാരിക്കുന്നത്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ചിലത് അത്യാവശ്യമുള്ളതൊക്കെ പറയും. ഞാനിത് ഇൻകംപ്ലീറ്റാ, ഫുള്ള് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ആ മെയിൻ പോയിന്റ് മാത്രം പറഞ്ഞോ. സലാഹുദ്ദീൻ പറഞ്ഞോ. സാർ, ഈ കോയിൽ എങ്ങനെയാ കറങ്ങുന്നത്? വട്ടത്തിലാണ് അത് സൈഡിലോട്ട് ചുമ്മാ ആടുകയാണ് ചെയ്യുന്നത്? ശരിക്കും അങ്ങനെയല്ല. ശരിക്കും കറങ്ങാം. ശരിക്കും വട്ടത്തിൽ കറങ്ങാൻ പറ്റും. ഇങ്ങനെ നിൽക്കുന്ന ആൾ ഇങ്ങനെ കറങ്ങാം. ഇങ്ങനെ നിൽക്കണ നമ്മള് ബുക്കാണെങ്കിൽ നോക്കി റെക്ടാങ്കുലർ ഇങ്ങനെ കോയില, ആ കോയിൽ ഇങ്ങനെ കറങ്ങാം. സാർ, അപ്പൊ ഈ പോയിന്റർ എവിടെ പിടിപ്പിച്ചേക്കുന്നത്? പോയിന്റർ ഇതിനകത്ത് ഇങ്ങനെ പെർപെൻഡിക്കുലർ. ശരിക്കും ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മള് എടുത്തു നോക്കി എങ്ങനെയാണെന്ന് അറിയാം. അവിടെ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും എങ്ങനെ ചുറ്റണെന്ന് അറിയാം. ഇതിന്റെ ഫിഗർ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ വയറ് ചുറ്റി വെച്ചത്. ഇങ്ങനെ വയറ് ചുറ്റി കൊടുക്കും. ഇങ്ങനെ റെക്ടാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ വയറ് ചുറ്റും. ഇങ്ങനെ വയറ് ചുറ്റും. പോയിന്റർ എന്നിട്ട് ഇവരിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കറങ്ങും. ഇങ്ങനെ പിടിപ്പിച്ചിട്ട് പോയിന്റ് നേരെ പിടിപ്പിക്കും. ഒരു എന്നിട്ട് ഇങ്ങനെ ഇതിന്റെ കറക്കം ശരിക്കും എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഫിഗർ ഉണ്ടല്ലോ. ഇവൻ ഇങ്ങനെ കറങ്ങും. ഇങ്ങനെ പിടിപ്പിച്ച പോയിന്റർ ആണെങ്കിൽ ഇവൻ ഇങ്ങനെ കറങ്ങുമ്പോ നീ ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ഇത് റെക്ടാങ്കിൾ ലൂപ്പ് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്തേക്ക് ഇങ്ങനെ പോയിന്റ് പിടിപ്പിക്കും. ഇങ്ങനെ പിടിപ്പിക്കും. റെക്ടാങ്കിൾ ഇതിനകത്ത് ചുറ്റും. നല്ല ഡൗട്ടാ, വരാവുന്ന ഡൗട്ടാ. ഞാൻ കാണിച്ചു തരാം. നോക്കിട്ടാ, മനസ്സിലാവുന്നോ? ഇതാണ് ഇങ്ങനെ ഒരു സിലിണ്ടർ. ഫിഗർ നോക്കിയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു സിലിണ്ടർ ഉണ്ടാവും. ഈ സിലിണ്ടറിൽ ഇങ്ങനെ കോയിൽ, ഇതാണ് കോയിൽ ചുറ്റും. നോക്കട്ടോ, ഇങ്ങനെ കോയിൽ ഇങ്ങനെ ഷേപ്പിലാണ് കോയിൽ ചുറ്റും. എന്നിട്ട് പോയിന്റർ പിടിപ്പിക്കാനാണ് അറിയാം. പോയിന്റർ ഇങ്ങനെ പിടിപ്പിക്കും. മനസ്സിലായോ സലാഹുദ്ദീനെ? അപ്പൊ പോയിന്റർ എവിടെ പിടിപ്പിക്കുന്ന ഈ സിലിണ്ടറിൽ പിടിപ്പിക്കും. എന്നിട്ട് ഇവൻ ഇങ്ങനെ കറങ്ങുമ്പോ ഈ പോയിന്റർ ഇങ്ങനെ കറങ്ങും. അപ്പൊ നമ്മൾ പോയിന്റർ മാത്രമേ കറങ്ങുള്ളൂ. ഇവന്റെ ഈ ടോർക്ക് ഇങ്ങനെ കറങ്ങുമ്പോ പോയിന്റർ. റൈറ്റ്? ക്ലിയർ ആണ്? അത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അത് വിശദമായിട്ട് തിയറി പഠിപ്പിക്കുമ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് സമയം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ പഠിപ്പിക്കുന്ന സാധനങ്ങൾ കുറച്ചുകൂടെ ഈ പ്രോബ്ലം എൻട്രൻസിലൊക്കെ പോണവർക്ക് ഗുണം ചെയ്യാൻ പാകത്തിനാണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ബോർഡ് എക്സാം അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കണ്ടല്ലോ. അതൊക്കെ മെയിൻ ആയിട്ട് ഈ ബോർഡ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോണവർക്ക് ആ ഫോമിലെ കണ്ടൊരു പരിചയം പറ്റും. അവർക്ക് ചെയ്യുമ്പോൾ അതിന്റെ സാധനം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തിയറി അങ്ങനെ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല. യൂട്യൂബ് വീഡിയോ ഒക്കെ വെച്ച് പഠിക്കുന്നത് ശരിക്കും മനസ്സിലാവും. അത് റേഡിയൽ ഫീൽഡ് എന്നൊരു കോൺസെപ്റ്റ് കിട്ടും. അതൊക്കെ ബാക്കി കൂടുതൽ വായിക്കുന്നവർക്ക് മനസ്സിലാവും. ഞാൻ എല്ലാ പോർഷനും ടച്ച് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പരിപാടിയില്ല മെയിനായിട്ട്. അപ്പൊ M ക്രോസ് B അങ്ങനെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇനി ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്തൊരു സാധനം എന്താ, ഒരു ഇമ്പോർട്ടന്റ് ഐഡിയ എന്ന് വെച്ചാൽ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ. ഈ ഗാൽവനോമീറ്ററിനെ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻടു അമ്മീറ്റർ. ഇതാണ് അടുത്തൊരു കോൺസെപ്റ്റ്. ഗാൽവനോമീറ്ററിനെ നമുക്ക് അമ്മീറ്റർ ആക്കി മാറ്റാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ പറ്റും. പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞു, മനസ്സിലായി കേട്ടോ? കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഗാൽവനോമീറ്റർ വളരെ സെൻസിറ്റീവ് ഡിവൈസ് ആണ് ഞാൻ പറഞ്ഞു. അമ്മീറ്റർ കറണ്ട് അളക്കണ ആളാണ്. ഞാൻ ചോദിക്കട്ടെ, അമ്മീറ്റർ ആരാ പറഞ്ഞു നോക്കട്ടെ? പഴയ കാര്യങ്ങളല്ല. അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ കണക്ട് ചെയ്യണം.
ഒരു സർക്യൂട്ട് നമുക്കുണ്ട്. നോക്കി, ഒരു ബൾബ്, ഈ ബൾബ് ഒരു ബാറ്ററിയിലേക്ക് കൊടുത്താൽ കിട്ടും. ഓക്കെ, എനിക്ക് ഇതിനകത്ത് അമ്മീറ്റർ കണക്ട് ചെയ്യണം. ഞാൻ എങ്ങനെയാ കണക്ട് ചെയ്യണ്ടേ? ഒന്ന് പറഞ്ഞേ അൻവറെ ഒന്ന് പറഞ്ഞേ. ഞാൻ അമ്മീറ്റർ എനിക്ക് 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഏതൊക്കെയാണെന്നറിയാം? 2 രീതി. അമ്മീറ്റർ അല്ല, എന്ത് ഡിവൈസ് എനിക്ക് ഈ സർക്യൂട്ടിലേക്ക് 2 രീതിക്ക് കണക്ട് ചെയ്യാം. എങ്ങനെയാ? ഓർക്കുണ്ടോ അൻവറെ? ഓർക്കുണ്ടോ? അതല്ല വേറൊരു വഴിയുണ്ട്. സീരീസും പാരലലും. സീരീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ കൊണ്ടേ പിടിപ്പിക്കാം, പാരലൽ അതിന്റെ വട്ടം കൊടുക്കാം. നീ ഓർക്കണില്ല? അൽഫാദ് എന്ന് പറഞ്ഞേ. അൽഫാദ്, ഈ അമ്മീറ്റർ സീരീസിന് കണക്ട് ചെയ്യണോ പാരലായിട്ട് കണക്ട് ചെയ്യണോ? ശരിക്കും മനസ്സിലാക്കണം. ഇത് കുറെ ഐഡിയനകത്ത് വരുന്നുണ്ട്. ആവശ്യമുള്ള ഐഡിയ എല്ലാം എഴുതണം. സീരീസ് എന്നുള്ള വാക്ക് എഴുതണം, പാരലൽ എന്നുള്ള വാക്ക് എഴുതണം. ആ ഓരോരുത്തരെ ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചിരിക്കും നോട്ട് എഴുതണേ. ഞാൻ എല്ലാം പറയും, ആവശ്യമുള്ളതാണ് എഴുതണേ. ഓക്കെ, പറ അൽഫാദെ, ഇത് സീരീസ് ആയിട്ട് അയക്കണോ പാരലായിട്ട് കണക്ട് ചെയ്യണ്ടേ അമ്മീറ്റർ? ഞാൻ ചോദിക്കട്ടെ, ഈ പാരലായിട്ട് എന്ന് പറയുമ്പോ എങ്ങനെയാ? കുഴപ്പമില്ല, നീ നിന്റെ ഇഷ്ടമുള്ള പറഞ്ഞു. പാരലായിട്ട് എന്ന് പറയുമ്പോ എങ്ങനെയാ കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. പുറത്ത് കണക്ട് ചെയ്യും. അപ്പൊ നോക്കട്ടോ, ഇവിടെയാണ് അമ്മീറ്റർ. ഓക്കെ, ആ അമ്മീറ്ററിന്റെ ഒരു ലെഗ് എടുത്തു, ഇങ്ങോട്ട് കൊടുത്തു. ഈ അമ്മീറ്ററിന്റെ ലെഗ് എടുത്തു, ഇവിടെ കൊടുത്തു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മറ്റേ അൽഫാദിനോട് ചോദിക്കുന്നത് ഇത് ആൻസർ ആട്ടോ. അൽഫാദിൽ നിന്ന് ചോദിച്ചു ആൻസറിലേക്ക് എത്തും. അപ്പൊ പിള്ളേർ ശ്രദ്ധിച്ചോളൂ. ഇടയ്ക്ക് ഞാൻ മാറി ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അളക്കണ്ടേ അൽഫാദെ? നമുക്ക് എന്താ അളക്കണ്ടേ? കറണ്ട് ആണ് അളക്കണ്ടേ. കറണ്ട് ഇങ്ങനെയാണ് കൊടുക്കണേ. നോക്കട്ടോ, കറണ്ട് കൊടുക്കണം. നോക്കട്ടോ അൽഫാദെ, ഇങ്ങനെയാണ് കറണ്ട് കൊടുക്കണേ. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവായിരുന്നു. ഇങ്ങനെ പോണെയാണ് കറണ്ട്. ഈ കറണ്ടാണ് നമുക്ക് അളക്കേണ്ടത്. അല്ല നിഹാലെ ഞാൻ ചോദിക്കട്ടെ പോലെ, ഇതിപ്പോ അമ്മീറ്റർ ഇവൻ പറഞ്ഞത്, അൽഫാദ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്താൽ ഈ വരുന്ന കറണ്ട് ഇവിടെ എത്തുമ്പോ എന്ത് ചെയ്യും? പറയടാ, കേട്ടെ. ഈ ജംഗ്ഷനിൽ എത്തുമ്പോ, ജംഗ്ഷൻ ഒരു സാധനം നമ്മൾ പഠിപ്പിച്ചില്ലേ? കറണ്ട് ഒഴുകി വന്ന് ഇവിടെ എത്തും. അപ്പൊ ഈ കറണ്ട് ഇങ്ങനെയാണ് കറണ്ട് ബൾബിൽ കൂടെ കയറി ഇങ്ങനെയാണ് കറണ്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ അമ്മീറ്റർ ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇവിടെ എത്തുമ്പോ എന്ത് വെച്ചു? പഴയ പോലെ തന്നെ പോവോ? അല്ല വല്ല മാറ്റം ഉണ്ടാവോ പോണ പോക്കിന്? കുറച്ച് അമ്മീറ്റർ കൂടെ പോവും, ഇങ്ങനെ കയറി പോവും. കാരണം അവിടെ ഒരു വഴിയുണ്ട്. ശരിക്കും മനസ്സിലാക്കേണ്ടത് വെള്ളം പോലെ. വെള്ളം അഴിച്ചുവിട്ടാ എങ്ങനെയാ? വെള്ളം അഴിച്ചുവിട്ടാ അങ്ങനെയല്ലേ? എവിടെ വഴിയുണ്ടല്ലോ അങ്ങോട്ട് കയറി പോകും. പണ്ടേ നിങ്ങൾ ഓർക്കണ്ടോ, മറ്റേ ഇടുക്കി ഡാം തുറന്നപ്പോ നിങ്ങൾ ട്രോളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇടുക്കി ഡാം തുറന്നപ്പോ നിങ്ങളെ ട്രോൾ എന്നറിയാം. ഇടുക്കി ഡാം തുറന്നപ്പോ മലയാള മനോരമ ഒരു വഴി നിങ്ങൾ കേട്ടോ. മലയാള മനോരമയ്ക്ക് ഒരു വഴി എന്ത് പറഞ്ഞാലും അവർക്ക് മെയിൻ ആയിട്ട് ഫ്രണ്ടിൽ ഒരു വഴി ഇങ്ങനെ വച്ചു. ട്രോൾ ഒരുപാട് വന്നായിരുന്നു. അതായത് വെള്ളം അവിടെ നിന്ന് തുറന്നാ വെള്ളം ഇങ്ങനെ വന്ന് ഇപ്പുറത്തെ വഴി കൂടെ വന്ന് ഈ വഴി ഇങ്ങനെ കയറി 6 മണിക്കൂർ കഴിയുമ്പോൾ ഇന്ന സ്ഥലത്ത് അറേബ്യൻ സീയിൽ എത്തും. എന്നിട്ട് ഇങ്ങനെ രാവിലെ പേപ്പറിൽ ഇതിന്റെ തലേന്ന് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ഇന്ത്യ പേപ്പറിൽ ഇങ്ങനെ വരച്ചു വിട്ടു. ഡാം തുറന്നു കഴിഞ്ഞപ്പോ ഡാം അങ്ങനെ പോവോ? ഡാം തുറന്ന് വെള്ളം അങ്ങനെ പോവോ? ഡാം തുറന്ന് വെള്ളം പല വഴിക്ക് പോയില്ലേ? അതാണ്ട് എന്താ സംഭവിച്ചെന്നറിയോ? നമ്മുടെ ഇവിടെയൊക്കെ വെള്ളം, ഞാൻ എപ്പോഴും പറയാറില്ല, നിങ്ങളോട് എപ്പോഴും പറയാറില്ല, കറണ്ടിന് എപ്പോഴും അങ്ങനെ ചിന്തിക്കാവുള്ളൂ. ചാർജാണിത്. എവിടെ വഴി കണ്ടാലും അങ്ങോട്ടും ഡാം അങ്ങോട്ട് തുറന്ന് പുഴയക്കടെ വെള്ളം വന്ന് പുഴ നിറഞ്ഞാൽ പല വഴിക്ക് കയറും. പല വഴിക്ക് ഹൈ റേഞ്ചിൽ പല വഴിക്ക് അവൻ കയറി. എന്നിട്ട് രാത്രിക്കാ വെള്ളം വന്നത്. അങ്ങനെ രാത്രിക്ക് വെള്ളം വന്നുകൊണ്ടാണ് ഈ മലങ്കര ഡാമും ചെറിയ ഡാമൊക്കെ രാത്രി തുറക്കേണ്ടത്. പ്രതീക്ഷിച്ച വെള്ളം വെള്ളത്തിന് വഴിക്ക് പോയിട്ട് പിന്നെ ഒഴുകി വരുവൻ വേറെ സമയത്ത് വരും. ഒഴുകി എത്തുകൂടെ എല്ലാ അറേബ്യൻ സീലെത്തും. അങ്ങനെ തന്നെയാ. പോസിറ്റീവ് ചെയ്ത് തുടങ്ങിയാൽ, ചാർജ് പോസിറ്റീവ് ചെയ്ത് തുടങ്ങിയാൽ നെഗറ്റീവിലെത്തും. അതങ്ങനെ തന്നെയാ. അപ്പൊ അറേബ്യൻ സീലെത്തും ഉറപ്പാണ്. പക്ഷെ വെള്ളത്തിന്റെ വഴിക്ക് പോയി കറങ്ങി തിരിഞ്ഞ് എല്ലാ സ്ഥലത്തും എവിടെ വഴിയുണ്ടോ അവിടെ കയറിയിട്ട് ഇറങ്ങിയാ വരുള്ളൂ അവൻ. അതേപോലെ ചാർജ് എവിടെ വഴിയുണ്ടാലും അങ്ങോട്ട് പോയി കയറി ഇറങ്ങി തിരിച്ചെത്തും. എന്നിട്ട് ഈ മലങ്കര ഡാമൊക്കെ തുറന്ന് രാത്രി അങ്ങനെ മലങ്കര ഡാം തുറന്നുകൊണ്ടാണ് ഈ പ്രതീക്ഷിക്കാതെ മറ്റൊരു വെള്ളം കയറി വരുമ്പോ പകലൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ വീടൊക്കെ മുങ്ങി. പകലൊക്കെയാണെങ്കിൽ നമുക്ക് വെള്ളം കയറി വരുന്ന കാണാം, സാധനങ്ങൾ അതിനനുസരിച്ച് മാറ്റാം. ഇത് രാത്രിക്ക് വെള്ളം കയറി വന്നിരുമ്പോ നമ്മൾ വേറെ സ്ഥലത്ത് പോവില്ലേ? ഇവിടുന്ന് പോകും. നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് രാവിലെ എണീച്ച് നോക്കിയപ്പോഴത്തേക്ക് വീടൊക്കെ വെള്ളത്തിന്റെ അടിയിലായി. അപ്പൊ സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റി വെച്ചേക്ക് എന്തായി? വെള്ളത്തിന്റെ അടിയിലായി. പകലാണെങ്കിലും ഇത് സംഭവിക്കണേ. പകലാണെങ്കിൽ വെള്ളം കയറി വരും, നമുക്ക് മുന്നറിയിപ്പ് കിട്ടും. അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും മാറ്റും. ഇതാണ് ഒരു അപകടം ഉണ്ടായത്. അതേപോലെ തന്നെ കറണ്ട് എങ്ങനെയാണെന്നറിയോ? അതാണ് ജംഗ്ഷൻ റൂൾ നമ്മൾ പണ്ട് പഠിപ്പിച്ചത്. കറണ്ട് ഇങ്ങനെ വന്നിട്ട് എവിടെയെങ്കിലും വന്ന് കണ്ടാൽ കറണ്ട് എവിടൊക്കെ വഴിയുണ്ടോ അങ്ങോട്ടൊക്കെ പോകും. അപ്പൊ കറണ്ട് ഒരു കഷ്ണം എന്ത് ചെയ്യും?
അമ്മീറ്ററിലേക്ക് കയറി. അപ്പൊ എന്താ പ്രശ്നം എന്താ പറയുമോ? യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട കറണ്ട് കിട്ടുമോ? അളക്കാൻ നമുക്ക് ശരിക്കും അമ്മീറ്ററിന്റെ പണി എന്താ? അമ്മീറ്ററിന്റെ പണി അധികം കൊടുക്കണം, മൊത്തം കറണ്ട് അളക്കാന്നുള്ള. ഇപ്പൊ അമ്മീറ്ററിന് മൊത്തം കറണ്ട് അളക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമ്മീറ്റർ ഒരിക്കലും എന്തായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല, പാരലായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. കാരണം അമ്മീറ്ററിന്റെ പണി എന്താ? അധികം കൊടുക്കണം കറണ്ട് കണ്ടുപിടിക്കുന്നത്. ഇതിൽ കൂടെ സർക്യൂട്ട് കൊടുക്കണം, എവിടത്തെയാണോ അവിടുത്തെ മൊത്തം കറണ്ട് കണ്ടുപിടിക്കാന്നാ. അപ്പൊ അമ്മീറ്റർ എപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യാവും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ കയറണം, ബുക്കിൽ വരണം. അല്ല, എനിക്കിങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. 10 മിനിറ്റ് ഞാൻ ഉപയോഗിച്ചു. എനിക്കിങ്ങനെ പറഞ്ഞാൽ മതി, അമ്മീറ്റർ കണക്റ്റഡ് സീരീസ്. നിങ്ങളും അങ്ങനെ പഠിക്കും, അമ്മീറ്റർ കണക്റ്റഡ് സീരീസ്. 2 ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. കാരണം വോൾട്ട് മീറ്റർ കണക്റ്റഡ് പാരലൽ, കൺഫ്യൂഷൻ ആവും. പക്ഷെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ പഠിച്ചാൽ നമുക്ക് തെറ്റിപ്പോയാലും നമുക്ക് മനസ്സിലാവും, ഓ ഇത് എവിടെയാ തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റും. അതിനാണല്ലോ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നു, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാം, കാണാതെ പഠിക്കാം. അമ്മീറ്റർ സീരീസ് നാളെ എഴുതാൻ പറ്റും, നാളത്തെ അത് പിന്നെ കിട്ടൂല. അതേപോലെ എല്ലാത്തിനും കണക്ട് ചെയ്ത് ഡീറ്റെയിൽഡ് ഡൗട്ട് ഒക്കെ ചോദിച്ച് വെക്കണം ബുക്കിൽ, എന്നിട്ട് പഠിക്കണം. റൈറ്റ്? ഓക്കെ, ശരി. അപ്പൊ എങ്ങനെയാ നമ്മൾ കണക്ട് ചെയ്യാവുള്ളൂ? ഒരു ബൾബ് എടുക്കുക, ഒരു ബൾബാണ്. ഈ ബൾബിൽ കൂടെയുള്ള കറണ്ടാണ് നിങ്ങൾക്ക് അളക്കണ്ടേ. അപ്പൊ ഈ ബൾബിൽ കൂടെ കറണ്ട് ആണെങ്കിൽ നിങ്ങൾ ആ വന്ന വഴി അമ്മീറ്റർ വെക്കുക. വന്ന വഴി അമ്മീറ്റർ വെച്ച് കൊടുക്കുക. അപ്പൊ എന്താവും? അമ്മീറ്റർ കൂടെ ഫുള്ള്, ഈ വരുന്ന ആള് ഫുള്ള് എന്തിൽ കൂടെ കയറും? ഈ അമ്മീറ്റർ കൂടെ കയറും. അമ്മീറ്റർ കയറി ബൾബിൽ കൂടെ കയറി. അപ്പൊ അമ്മീറ്റർ ഫുള്ള് അളക്കും, റീഡിങ് കാണിക്കും. അപ്പൊ അമ്മീറ്റർ എപ്പോഴും എങ്ങനെ വെക്കാവൂ? അമ്മീറ്റർ സീരീസ് ആയിട്ട് വെക്കാവൂ. അതിന്റെ കൂടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വോൾട്ട് മീറ്റർ എങ്ങനെയാ വെക്കണേ? അപ്പോ മെഹബൂബിനെ കണ്ടിട്ട് എത്ര നാളായി? മെഹബൂബ എവിടെ? ആ, അയ്യോ, വേറൊന്നും ചോദിക്കുമ്പോൾ പാരലായിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ വേറൊന്നും ചോദിക്കൂല്ലോ. റൈറ്റ്, ശരി. മെഹബൂബ പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പൊ പാരലായിട്ട് എന്ന് പറയുമ്പോ കേട്ടോ, പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ. അതായത് വോൾട്ട് മീറ്റർ ആണ് ശരിക്കും എങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഇവൻ പറഞ്ഞ പോലെ നേരത്തെ അൽഫത് പറഞ്ഞ ഇവിടെ ശരിക്കും വോൾട്ട് മീറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യും. അല്ല, ഞാൻ ചോദിക്കട്ടെ മെഹബൂബ, അങ്ങനെ പോലെ എന്താ ഈ പാരലായിട്ട് കണക്ട് ചെയ്യാൻ കാരണം? എളുപ്പമാണല്ലോ, ഒരെണ്ണ സീരീസ് മറ്റേ പാരലൽ. എന്തായിരിക്കും കാരണം? അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും കാരണം? എന്താവാം? ഒറിജിനൽ ആൻസർ പറയണ്ട, എന്താവാം? യുവർ സജഷൻസ്. അറിയാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും കാരണം? സ്ഥലം എന്ന് പറയുന്ന സ്ഥലം കേൾക്കട്ടെ. വോൾട്ടേജ് സെയിം ആയതുകൊണ്ടാണോ? വോൾട്ടേജ് സെയിം, അതൊരു പോയിന്റ്. അങ്ങനെ വേണമെങ്കിൽ പറയാം, നമുക്ക് കുഴപ്പമില്ല. ഒന്ന് പറഞ്ഞാൽ മുദ്ദസിറെ എന്തായിരിക്കും? എൻ്റെ സർക്യൂട്ടിലെ വോൾട്ടേജ് സെയിം അല്ലേ? എവിടെ അളക്കും? ശരിയാ, ഞാൻ വേറെ രീതിക്ക് പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ പോലെ അറിയാം. കുറെ പേര് കൈവക്കുണ്ട് കേട്ടോ, എല്ലാവരും പേര് വിളിക്കാതെ. ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ വോൾട്ടേജ് അളക്കുമ്പോ അതിൽ കൂടെ കറണ്ട് ഒഴുകാൻ പാടില്ല. ഏറ്റവും കുറവ് കറണ്ട് ഒഴുകും. മനസ്സിലായി? ഏറ്റവും കുറവ് കറണ്ട് ഒഴുകണം വോൾട്ടേജ് അളക്കണമെങ്കിൽ. കാരണം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് അതിന്റെ വേറെ അർത്ഥം. അപ്പൊ കറണ്ടുകൾ ഒഴുകി തുടങ്ങിയാൽ ശരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് താന്നു പോകും. ഞാൻ പറഞ്ഞൊന്നുകൂടെ മനസ്സിലാക്കണം, എഴുതണം. മിസാബെ മനസ്സിലാക്കണ കോലത്തില് ജാരി കിടക്കരുത്. നീ പുതിയ കണ്ണടക്ക വെച്ച് ജാരി കിടക്കുക. ജാരി കിടക്കരുത്. കണ്ണട വെച്ചോ, നീ കണ്ണട വെച്ചോ. ചാരി കിടക്കണ്ട. രാവിലെ ചാരി കിടന്ന എന്താവും? പ്രശ്നമാണത്. നമ്മൾ ലൈവാവാൻ നമ്മൾ തന്നെ റെഡി ആവണം. എനിക്ക് വേറെ രീതിക്ക് എനിക്കിങ്ങനെ ഞാൻ ചാരി കിടന്ന് നോക്കിയേ, നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ ഉറങ്ങും. കാരണം ഞാൻ നിങ്ങളെക്കാൾ മുമ്പ് എണിച്ചു തരാണ്. ഞാൻ ഉറങ്ങിപ്പോവും, 100% റെഡിയാ. ഞാനൊരു 10 മിനിറ്റ് കൂടുതൽ ഞാൻ ക്ലാസ് കേൾക്കൂല, ഉറങ്ങിപ്പോവും. അപ്പൊ അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തു വെക്കണം. പഠിപ്പിക്കണോണ്ട് ഉറങ്ങൂല, ചിലപ്പോ പഠിപ്പിക്കുമ്പോൾ ഉറങ്ങി പോകാനുള്ള സെറ്റപ്പ് ആവും. ഇങ്ങനെ നമ്മളിരിക്കും. അപ്പൊ നമ്മൾ ചായയൊക്കെ കുടിക്കും, വെള്ളമൊക്കെ കുടിക്കും, എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾ ഫ്രഷ് ആയി നിൽക്കാൻ നോക്കും. അതുപോലെ നിൽക്കണം, അതേപോലെയല്ലോ. അപ്പൊ വോൾട്ടേജ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? ഈ ഐഡിയ വേണമല്ലോ. എന്തായാലും ഈ ഐഡിയ ഇല്ലാതെ +2 കഴിയാൻ പാടില്ല എന്നാ.
ഒരു സ്ഥലത്തെ വോൾട്ടേജ് നിങ്ങൾ അളക്കുമ്പോ, അതേപോലെ ഞാൻ കേസ് പറയട്ടെ, നിങ്ങൾ ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ ഉണ്ടല്ലോ, ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ കുറിച്ച് ഒരു ബോധം ഉണ്ടാവാതെ ശരിക്കും +2 കഴിയാൻ പാടില്ലാന്ന്. കാരണം അവൻ എങ്ങു പോയാൽ ഡെങ്കറായി പോകും +2 കഴിഞ്ഞ്. ഈ ഡിഫറൻഷിയേഷൻ എന്താ, ഇന്റഗ്രേഷൻ എന്താ, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ തിയറി എന്താ, അങ്ങനെ എടുത്തത് എന്താണ്, അപ്പുറം ചെയ്ത്, ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലാതെ പോകും. നിങ്ങൾ ബാക്കിൽ പോകും ഒരുപാട്. ഇപ്പൊ അറിയില്ല. ശരി. അപ്പോ വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യും. അതായത് നിറച്ചു വെക്കണം. നിറച്ചു വെച്ചത് നമുക്ക് അളക്കണം. നിറച്ചു വെച്ചത് അളക്കണ്ടേ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന അളന്നാൽ നമുക്ക് അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഒരു സ്ഥലത്ത് സ്റ്റോർഡ് ആണ് കേട്ടോ. ഫിസിക്സിലെ പൊട്ടൻഷ്യൽ എനർജി ഇറ്റ് ഈസ് എ സ്റ്റോർഡ് എനർജി. അപ്പൊ പൊട്ടൻഷ്യൽ ഒരാളുടെ പൊട്ടൻഷ്യൽ തന്നെ അയാളുടെ മസിലാണ്. അയാൾ വർക്ക് ചെയ്യുമ്പോഴല്ല എത്ര ഉണ്ട് അയാളുടെ പൊട്ടൻഷ്യൽ, കപ്പാസിറ്റി. എന്റെ പൊട്ടൻഷ്യൽ, എനിക്ക് നല്ല പൊട്ടൻഷ്യലാണ്, അതുകൊണ്ട് അവനെ ലീഡറാക്കി എന്ന് വെച്ചാൽ അവന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അതാണ് അവനെ പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ആ വാക്ക്. അപ്പൊ ഫിസിക്സിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ സാധനം ഒരു സ്ഥലത്ത് നിറച്ചു വെച്ചതാ. അപ്പൊ നിറച്ചു വെച്ചത് അളക്കണമെങ്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണ അളക്കുമ്പോൾ രണ്ടാ. അപ്പൊ ശരിക്കും നമുക്ക് വേണ്ടത് കറണ്ട് വളരെ കുറച്ച് ഒഴുകാവുള്ളൂ. വോൾട്ട്മീറ്റർ കറണ്ട് ഒഴുകുകൾ വളരെ കുറവായിരിക്കും. എത്രത്തോളം കുറയ്ക്കാവോ അത്രയും നല്ലതാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. യു ഹാവ് സ്റ്റഡീഡ് എ ഡിവൈസ് കോൾഡ് പൊട്ടൻഷ്യോമീറ്റർ, റൈറ്റ്? പൊട്ടൻഷ്യോമീറ്റർ എന്ന സാധനം ഞാൻ പഠിപ്പിച്ചില്ലേ? തലയാട്ടി പഠിപ്പിച്ചില്ലേ? നിങ്ങൾക്ക് പറയാമോ പൊട്ടൻഷ്യോമീറ്റർ ഈസ് കോൾഡ് ഐഡിയൽ വോൾട്ട് മീറ്റർ. ഐഡിയൽ വോൾട്ട് മീറ്റർ എന്ന് വിളിക്കും പൊട്ടൻഷ്യോമീറ്റർ. ഏറ്റവും നല്ല വോൾട്ടേജ് അളക്കണ ആള് പൊട്ടൻഷ്യോമീറ്റർ ആണ്. അല്ലെങ്കിൽ പിന്നെ പൊട്ടൻഷ്യോമീറ്റർ എന്തിനാ ഇത്ര ബുദ്ധിമുട്ട് നമ്മൾ ചെയ്യണേ? ഏറ്റവും നല്ല വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യോമീറ്റർ ആണ്. ക്യാൻ യു സേ വൈ? ആരാ ഹാൻഡ് റൈസ് ചെയ്യുന്നത്? എല്ലാത്തിനും സലാഹുദ്ദീന്റെ കൈ ഉണ്ട് ഒരു സൈഡിൽ കൂടെ, എല്ലാത്തിലും ഉണ്ട്. നല്ലതാണ്, വളരെ കോൺഫിഡന്റ് ആണ്. ഐഷാണ് കുറെ എപ്പോഴും ഉണ്ട്. ഈ ഇവരുടെ നിന്ന് കൈ ഫാത്തിമ, അനഘ, ശ്വേത, ആരുടെ ഇല്ല. മാളവിക അപ്പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, എന്താ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. നോക്കിക്കോ, അതൊരു പോസിറ്റീവാ, അതൊരു പോസിറ്റീവ് എനർജിയാ. എവിടെയോ ഞാൻ എഴുതിയിട്ടുണ്ട്, അതൊരു പോസിറ്റീവ് എനർജിയാ. ഇത് ഏതപ്പാ കോതമംഗലോ എന്ന് ഓർത്ത് ചിലവരിക്കട്ടെ. ഇത് എന്താണാവോ ഈ സാറ് പറയണം, ഇത് എന്താ ഈ പുള്ളിപ്പൊട്ട്, ഇത് എവിടെയോ അങ്ങനെ ഇരിക്കുന്നവര് കുറെ പിടിവിട്ടിരിക്കുന്നവരുണ്ട്. അത് മാറണം എന്നാ ഞാൻ പറഞ്ഞത്. പിടിവിട്ടിരുന്നോ, പക്ഷെ മാറണം. ജെസിയ ഒന്ന് പറഞ്ഞ. ജെസിയ ഓർക്കണ്ടോ? ശരി, ഞാൻ പറയാം കേട്ടോ. ഞാൻ പറയണ്ട, പിള്ളേരാരും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് 1 മാർക്ക് വളരെ ഷുവർ. എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്ന 1 മാർക്കാ. ആരാണെന്ന് ഒന്ന് പറയാൻ. സലാഹുദ്ദീന് എന്തായിരുന്നതാ? നമ്മൾ വോൾട്ടേജ് അളക്കുന്ന സർക്യൂട്ടിൽ വേറെ കറണ്ട് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ കറണ്ട് പ്രൈമറി സർക്യൂട്ടിൽ നിന്ന് കറണ്ട് ഒട്ടും എടുക്കത്തില്ല അതിന്. അപ്പൊ കൃത്യമായിട്ടുള്ള അതായത് പോയിന്റ് നമ്മൾ പറഞ്ഞെന്താ പറയാ, നിങ്ങൾ ഓർക്കണ്ടോ? നമ്മൾ കൊണ്ട് ജോക്കിക്ക് മൂവ് ചെയ്തിട്ട് നമ്മൾ അവസാനം ഒരു സ്ഥാനത്ത് കൊണ്ട് നിർത്തിയപ്പോ അവിടെ നൾ പോയിന്റ് കണ്ടുപിടിച്ച പിള്ളേർ ഓർക്കണ്ടോ? നൾ പോയിന്റ്, അതായത് ഇത് വർക്ക് ചെയ്യുന്നത് നൾ ഡിവൈസ് ആണ്. നൾ ഡിവൈസ് എടുക്കില്ല, കറണ്ട് ഇല്ല. ജോക്കി മൂവ് ചെയ്ത് അവസാനം ഗാൽവനോമീറ്റർ 0. അത് കറണ്ട് ഒഴുകാത്ത സമയത്താണ് റീഡിങ് എടുക്കുന്നത്. കറണ്ടിനെ നമ്മൾ കട്ട് ചെയ്യും. അപ്പൊ ഇറ്റ് ഡ്രോസ് നോ കറണ്ട്. പൊട്ടൻഷ്യോമീറ്റർ ഡ്രോസ് നോ കറണ്ട്. പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇത് അവിടുത്തെ ചോദ്യാ. അഹമ്മദ് ഇർഫാനെ കാര്യങ്ങൾ എഴുതി കൃത്യമായിട്ട് ഓരോ പോയിന്റ് എഴുതി വെക്കാതെ നീ ക്ലാസ്സിൽ ഇരുന്നിട്ട് കാര്യമില്ല. നിന്നിപ്പോ ഞാൻ കാണുമ്പോൾ നിന്റെ കഴുത്ത് കണ്ടിട്ട് കാര്യമില്ല. നിന്റെ കൈയും നിന്റെ നോട്ട്ബുക്കും നിന്റെ മുഖവും കാണണം. ആ രീതിക്ക് നീ ഇരിക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാതെ ഊടായിപ്പാണെങ്കിൽ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ സമയം കളയും. നിങ്ങൾ വേറെ വല്ല പണിക്ക് പോവാ. ഞാൻ വെറുതെ പറഞ്ഞില്ല, വേറെ വല്ല പണിക്ക് പോവാ. എന്നിട്ട് അവസാനം ആകുമ്പോൾ എന്തെങ്കിലും തലകുത്തി മറിയാ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തായാലും പഴയ +2 പോലെ ടഫ് ആവില്ലല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലെങ്കിൽ പഴയ പോലെ ആവില്ല. അപ്പൊ എന്തെങ്കിലും തലകുത്തി മറിഞ്ഞു കൊണ്ടുപോയി പരീക്ഷ എഴുതുക, എന്നിട്ട് വേറെ പരിപാടി അന്വേഷിച്ചു പോവാ. സയൻസ് പഠിക്കണ്ട, പിന്നെ സയൻസ് പഠിക്കണ്ട, വേറെ കൊമേഴ്സോ വേറെ വല്ല കോഴ്സ് എടുത്ത് പഠിക്കുക. റൈറ്റ്? സയൻസ് പിന്നെ പഠിക്കണ്ട. സയൻസ് പഠിച്ചാൽ പിന്നെ നിങ്ങൾ ചെല്ലണമെന്നല്ലോ സ്ഥലത്ത് നിങ്ങൾ ബാക്കി പോകും. അല്ലെങ്കിൽ പിന്നെ പണിയെടുക്കും, കുഴപ്പമൊന്നുമില്ല. ചിലയിടത്ത് പിന്നെ പണിയെടുത്താൽ മതി. +2 സാധനങ്ങൾ എടുത്ത് പഠിച്ചാൽ മതി.
ഡിഗ്രിക്ക് ചെന്ന് കഴിയുമ്പോൾ. ശരി, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സാവും, PG പാസ്സാവും. ആ, ഞാനിട്ട് പാസ്സായവരെ ഒന്നും മനസ്സിലാവില്ലേ പഠിക്കുന്ന കാലഘട്ടത്തിൽ? എന്തെങ്കിലും മനസ്സിലാവണ്ടേ പഠിക്കുന്ന കാലഘട്ടത്തിൽ? എന്താ പഠിക്കുന്നത്? അത് നമ്മുടെ ലൈഫിൽ മാറ്റിക്കളയും. എന്തെങ്കിലും മനസ്സിലായാൽ മതി, ഫുള്ള് മനസ്സിലാവില്ല, അത് പോട്ടെ. ഓക്കെ, അപ്പൊ എന്താവും? നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലായ, അങ്ങനെ ഫുള്ള് മനസ്സിലാവുന്ന കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ അത്ഭുതപ്പെടുക. ദേ വിൽ റീച്ച് ദാറ്റ് ഹൈറ്റ്സ്, ഉറപ്പാണ്. അത് കാര്യങ്ങൾ മാറ്റിവിടും അതിനെ. ഓക്കെ, അപ്പൊ നൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുന്നത് നൾ ഡിവൈസിലാണ്. ഒരു കറണ്ടും അവൻ ഡ്രോ ചെയ്യില്ല, ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, അത് എവിടെ പറഞ്ഞു തോന്നുന്നു. അപ്പൊ വോൾട്ട് മീറ്ററിന് കറണ്ട് എന്തായിരിക്കണം? ഏറ്റവും കുറച്ചായിരിക്കണം. ഓക്കെ, ഇപ്പൊ അമ്മീറ്ററും വോൾട്ട് മീറ്ററും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനിയാ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. എന്റെ ഹെഡിങ് എന്താ? നമ്മുടെ ഹെഡിങ് എന്താ? യാസിൻ അബു, നമ്മുടെ ഹെഡിങ് എന്താ? യാസിൻ അബു, നമ്മുടെ ഹെഡിങ് എന്താ മോനെ? കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ എങ്ങോട്ട്? അമ്മീറ്റർ. അമ്മീറ്ററിലേക്ക് ഗാൽവനോമീറ്റർ നമ്മൾ മാറ്റാൻ പോകും. ശരി, അതാണ് ഫസ്റ്റ്. ഗാൽവനോമീറ്ററിന് അമ്മീറ്റർ ആയിട്ട് ഉപയോഗിക്കാന്ന് പോവാണ്. ഞാൻ ചോദിക്കട്ടെ, ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആയിട്ട് നേരെ നമ്മൾ ഉപയോഗിച്ചാൽ തന്നെ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ട്? പ്രോബ്ലംസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്? ഗാൽവനോമീറ്റർ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഗാൽവനോമീറ്റർ നേരെ അമ്മീറ്റർ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഉപയോഗിക്കണം. അതായത് ഗാൽവനോമീറ്റർ എടുത്തു, കേട്ടോട്ടോ, ഗാൽവനോമീറ്ററിന്റെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അതെടുത്തുകൊണ്ടുപോയി ആ സർക്യൂട്ടിൽ അവർ കണക്ട് ചെയ്തു സീരീസ് ആയിട്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു? എന്താ പ്രശ്നം? അതിനകത്ത് റീഡിങ്, അപ്പൊ ഇങ്ങനെ സൂചിക അനങ്ങൂലേ? അതിനകത്ത് നോക്കി റീഡിങ് എടുത്താൽ മതി. റീഡിങ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞത് അതേ സെറ്റപ്പ്, എന്നിട്ട് റീഡിങ്ങിൽ മാറ്റം ഉണ്ടാവും. ആ വാല്യൂ കൊണ്ട് എടുത്താൽ മതി. നമ്മൾ ആ വാല്യൂ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്താൽ മതി. അപ്പൊ അത് ഉപയോഗിക്കാൻ പാടില്ലേ? ഗാൽവനോമീറ്റർ ആയിട്ട് അമ്മീറ്റർ ആയിട്ട് ഗാൽവനോമീറ്റർ ഉപയോഗിച്ചാൽ മതിയില്ലേ? അപ്പൊ കറണ്ട് പോകുമ്പോൾ അനങ്ങുമെന്ന് പറഞ്ഞില്ലേ? ആ അനക്കം വെച്ചിട്ട് നമുക്ക് റീഡിങ് എടുക്കാൻ പാടില്ലേ? എന്താ പ്രശ്നം? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഫിയെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഫി, ഗാൽവനോമീറ്റർ ഈ അമ്മീറ്റർ ആയിട്ട്, അമ്മീറ്റർ പറയും ഗാൽവനോമീറ്റർ നമ്മൾ വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗാൽവനോമീറ്റർ അമ്മീറ്ററിന്റെ സെറ്റപ്പ് ഇല്ലാതെയല്ലേ? അല്ല, ഇവിടെ അമ്മീറ്റർ ശരിക്കും അമ്മീറ്റർ കറണ്ട് അളക്കുന്നത്. അമ്മീറ്ററിനും പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. അമ്മീറ്റർ കറണ്ട് നമ്മളങ്ങോട്ട് കടത്തി വിടുമ്പോ അവനും ഇങ്ങനെ അനങ്ങിയിട്ടാണ് റീഡിങ് കാണിക്കുന്നത്. ഇപ്പൊ ഈ ഗാൽവനോമീറ്ററും അങ്ങനെ തന്നെയാണ്. എല്ലാത്തിന്റെ അടിസ്ഥാനം അത് തന്നെയാണ്. നേരം ടോട്ടൽ കറന്റ് അത് മെഷർ അത് അങ്ങനെ ടോട്ടൽ കറന്റ് കിട്ടും അന്നേരം. അതാ ചോദിക്കണേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തായിരിക്കും പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ മോളെ, എന്താ പ്രശ്നം ഫീൽ ചെയ്യണേ? ഈ അമ്മീറ്റർ കൊണ്ട് സർക്യൂട്ട് വെച്ചാൽ എന്താ പ്രശ്നം? അമ്മീറ്റർ പറയും ഗാൽവനോമീറ്റർ വെച്ചാൽ എന്താ സാധാ പ്രശ്നം? ഗാൽവനോമീറ്റർ എന്തിനാണെന്ന് ആലോചിച്ച് നോക്ക്. ഗാൽവനോമീറ്ററിന്റെ സെറ്റപ്പ് എന്തിനാന്ന് ആലോചിച്ച് നോക്ക്. ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് ഒരു കറണ്ടിന്റെ പ്രസൻസ് അല്ലേ അറിയാൻ പറ്റുള്ളൂ, എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അത് എന്തുമാത്രം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ശരിക്കും വർക്ക് ചെയ്യണ ഇങ്ങനെ കറങ്ങിയിട്ടാണല്ലോ. ആ സൂചി കറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ശരിക്കും. സൂചി ഇങ്ങനെ അനങ്ങുമ്പോൾ കുറച്ചാണെങ്കിൽ കുറച്ച്, കൂടുതലാണെങ്കിൽ കൂടുതൽ എന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇത് ഒരു പോയിന്റില് ഇത് അനങ്ങാവുന്നതിന് ഒരു മാക്സിമം ഇല്ലേ? അങ്ങനെ ആർക്ക് പറഞ്ഞോ? നീഡില് അനങ്ങുന്നതിനൊക്കെ ഒരു മാക്സിമം പോയിന്റ് ഇല്ലേ? മാക്സിമം പോയിന്റ് വരെ ഉണ്ട്. അപ്പൊ ഗാൽവനോമീറ്റർ ആണെങ്കിൽ എന്ത് പ്രശ്നം പറ്റും? അമ്മീറ്റർ ആണെങ്കിൽ അങ്ങനെ വലിപ്പം ഇല്ലേ? അമ്മീറ്ററും അങ്ങനെ ഇല്ലേ? ഒരു വലിപ്പം വരെയല്ലേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ചോദിക്കണുള്ളൂ. എന്തെങ്കിലും കിട്ടുമെന്ന് പറയാൻ പറ്റി കുറെ കിട്ടി എനിക്ക് അതിനകത്തുനിന്ന്. ഒന്ന് പറഞ്ഞു അനഘ ഒന്ന് പറഞ്ഞു നോക്കി. എന്താ അനഘയുടെ സജഷൻ? എന്താ പ്രശ്നത്തിൽ പ്രശ്നമുണ്ട്? സാർ, ഗാൽവനോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മീറ്ററിൽ എക്സാക്ട് കറണ്ട് തന്നെ അല്ലേ? എത്ര അളവാണ് എക്സാക്ട് കറണ്ട് നമുക്ക് അളക്കാൻ പറ്റും. ശരി, ഗാൽവനോമീറ്റർ വെച്ചിട്ടും ആ അളക്കുന്ന സ്ഥലത്ത് നമുക്ക് റീഡിങ്ങിന്റെ ആ മെഷർമെന്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ വർക്കിംഗ് ഒരേപോലെ അല്ലേ? വർക്കിംഗ് ഒരേപോലെയാണ്. രണ്ടും കൂടെ കറണ്ട് കറങ്ങും. അപ്പൊ രണ്ടും കറങ്ങും. പക്ഷെ കറക്റ്റ് എത്രയാണ് പറഞ്ഞു. ഒരു മിനിറ്റ് നോക്കാം. ആരാ വിളിച്ചേ? സാർ, ഇതിനകത്ത് റെസിസ്റ്റൻസിന്റെ എന്തെങ്കിലും റോൾ ഉണ്ടോ? നോക്കാം. റോൾ ഉണ്ടോ നോക്കാം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒന്നുകൂടെ ചുമ്മാ ചോദിക്കട്ടെ. ഒന്ന് പറഞ്ഞേ, ഞാൻ ചോദിക്കാൻ വന്നത് ഇതിനോട്. ആശിഖാസറേ, ഇതിന് പ്രശ്നമുണ്ടോ?
എന്തായിരിക്കും കാരണം? കാരണം എന്തായിരിക്കും? ഞാൻ പറയാം കേട്ടോ, കേട്ടോ. ഗാൽവനോമീറ്റർ പ്രശ്നം ആരെന്ത് പറയാ? ശരി, ഞാൻ പറയാം കേട്ടോ. ഗാൽവനോമീറ്റർ വളരെ സെൻസിറ്റീവ് ഡിവൈസ് ആണ് നമ്മൾ പറഞ്ഞു. ഗാൽവനോമീറ്റർ അമ്മീറ്റർ ഇപ്പൊ ഒരു 10 ആംപിയർ അളക്കാനാണ് കൂട്ടിക്കോ, ഗാൽവനോമീറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം സെൻസിറ്റീവ് ആയതുകൊണ്ട് നേരത്തെ പിള്ളേര് പറഞ്ഞ പോലെ വളരെ ചെറിയ കറണ്ടിനെ അളക്കാൻ പറ്റുള്ളൂ. അവൻ ഫുള്ളായിട്ട്, അതന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചുള്ളത്, അവനങ്ങോട്ട് അണങ്ങി അപ്പുറം ഇങ്ങനെ ഇടിച്ചു നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന സാധനം ചെറിയ കറണ്ട് വരുമ്പോഴത്തേക്കും അവനിങ്ങനെ അണങ്ങി ഫുള്ളാവും. പിന്നെ അപ്പുറത്ത് കറങ്ങാൻ പറ്റില്ല. വലിയ കറണ്ടിനെ അളക്കാൻ പറ്റില്ല. ബിക്കോസ് അത് ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കും. ചെറിയ കറണ്ടിന് വരെ ഫുൾ ഡിഫ്ലക്ഷൻ ആണ് വാക്ക്. ഗാൽവനോമീറ്റർ പ്രോബ്ലം. എന്തുകൊണ്ടാണ് ഗാൽവനോമീറ്റർ ഉപയോഗിക്കാത്ത അമ്മീറ്റർ ആയിട്ട്? നിങ്ങൾ ഹെഡിങ് നിങ്ങളുടെ കോലത്തിലായിട്ട് എഴുതണ്ടേ? ക്വസ്റ്റ്യൻ എങ്ങനെയാ? വൈ ഗാൽവനോമീറ്റർ ഈസ് ആസ് സച്ച് നോട്ട് യൂസ്ഡ് ആസ് ആൻ അമ്മീറ്റർ. പണ്ടത്തെ ഉറപ്പ് ചോദ്യായിരുന്നു. നിങ്ങളുടെ പുതിയതിൽ എങ്ങനെ വന്നെന്ന് അറിയില്ല. പുതിയതിന് ഫോക്കസ് ചെയ്ത് ഫിക്സ്ഡ് ആയിട്ടില്ല. അത് വേറെ എന്തെങ്കിലും ഉണ്ടാവും പരീക്ഷിക്കും. അപ്പൊ നമ്മളത് മനസ്സിലാക്കി തന്നെ ഹെഡിങ് കൊടുക്കുക. എന്തുകൊണ്ട് ഗാൽവനോമീറ്റർ ആസച്ചിന് അതുപോലെ തന്നെ ഉപയോഗിക്കാത്തത് അമ്മീറ്റർ ആയിട്ട്? അപ്പൊ നമ്മൾ പറയാൻ കാരണം ഗാൽവനോമീറ്റർ എന്ത് കാണിക്കും? സെൻസിറ്റീവ് ഡിവൈസ് ആണ്. വളരെ സെൻസിറ്റീവ് വെച്ചാൽ നമ്മൾ അവൻ ഭയങ്കര സെൻസിറ്റീവാന്ന് പറയില്ലേ, പെട്ടെന്ന് പൊട്ടിക്കറിയും, താങ്ങാൻ പറ്റില്ല. അപ്പൊ സെൻസിറ്റീവ് ഡിവൈസ് ആണ്. ശരിക്കും ഗാൽവനോമീറ്റർ അങ്ങനെ ഡിസൈൻ ചെയ്താൽ അപ്പൊ എന്ത് ചെയ്യും? ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഫുള്ളായിട്ട് ഡിഫ്ലക്ട് ചെയ്യും ഫോർ എ സ്മോൾ കറന്റ്. ചെറിയ കറന്റിന് വരെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, അത് പ്രശ്നം. ഇതാണ് അതിന്റെ മെയിൻ പ്രശ്നം. അപ്പൊ നമ്മൾ ഇത് മാറ്റാൻ പോകും. ഓക്കെ, നമ്മൾ ഇതിനെ മാറ്റിയിട്ട് വേറെ കോലത്തിലേക്ക് ആക്കുന്നു. ചെറിയ മാറ്റം വരുത്തുന്നു. 2-3 പോയിന്റ് മെയിൻ പോയിന്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പൊ എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഗാൽവനോമീറ്റർ അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ ഇവനെന്താവില്ല, അമ്മീറ്റർ ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്താൻ നോക്കിയിട്ടുള്ളൂ. ഇതാണ് ഗാൽവനോമീറ്റർ. ശ്രദ്ധിച്ചോളൂ, ഗാൽവനോമീറ്റർ. അപ്പൊ ഗാൽവനോമീറ്റർ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ്. ഗാൽവനോമീറ്റർ ഇങ്ങനെ വിടാതെ നമ്മളൊരു പണി ചെയ്യും. നമുക്ക് കേട്ടോളൂ, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോളം, മനസ്സിലാവും. ഗാൽവനോമീറ്റർ കൂടെ ഇങ്ങനെ കൂടെ കറണ്ട് വരുവാണല്ലോ. ഇവന്റെ കറണ്ടിനെ നമുക്ക് അളക്കണ്ടേ. ഈ കറണ്ട് ഇവിടെ അമ്മീറ്റർ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, അമ്മീറ്റർ ഫുൾ അളക്കും. പക്ഷെ ഇവിടെ അമ്മീറ്റർ അല്ല, ആരാണ്? ഗാൽവനോമീറ്റർ ആണ്. അപ്പൊ ഈ വരുന്ന കറണ്ട് അങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പൊ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ കേട്ടോ പിള്ളേരെ? നമ്മള് ഇവിടെ നിന്ന് ഒരു ചെറിയ സെറ്റപ്പ് നമ്മൾ ചെയ്തു കൊടുക്കും. ഇങ്ങനെ ഒരു വഴി എഴുതുന്നു. ഓക്കെ, ഇത് നമ്മളൊരു ബൈപ്പാസ് ഇടുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് കൂടെ കേട്ടോ പിള്ളേരെ, ശ്രദ്ധിച്ചോട്ടോ. 10 ആംപിയർ കറണ്ട് വരുന്നത് ഞാൻ പറഞ്ഞു വളരെ മനസ്സിലാക്കി നിങ്ങളുടെ കോലത്തിൽ എഴുതിയിട്ടേ പഠിക്കാവൂ. പരീക്ഷയ്ക്ക് ഇത് മാത്രം വരച്ചാൽ മതി. പക്ഷെ നിങ്ങളുടെ കോലത്തിൽ തന്നെ റീസൺ എഴുതാൻ ഞാൻ പറഞ്ഞുതരാം. 10 ആംപിയർ കറണ്ട് ആണ് തന്നെ കൂട്ടിക്കോ. ആകെ ഇതിനകത്ത് നമുക്ക് മാക്സിമം 2 ആംപിയർ കറണ്ട് ഗാൽവനോമീറ്റർ. കാരണം ഗാൽവനോമീറ്റർ വളരെ സെൻസിറ്റീവ് ആണ്. ചെറിയ കറണ്ട് അവൻ അളക്കുള്ളൂ. പക്ഷെ അമ്മീറ്റർ ഏത് കറണ്ടും അളക്കണം. അപ്പൊ നമുക്കൊരു 10 ആംപിയർ കറണ്ട് അളക്കണം. നമ്മുടെ കയ്യിൽ ഗാൽവനോമീറ്റർ ഉള്ളത്. അപ്പൊ എങ്ങനെ ഗാൽവനോമീറ്റർ മാറ്റാമെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തറിയോ? ഗാൽവനോമീറ്റർ എടുത്ത് വെച്ചിട്ട് ഗാൽവനോമീറ്റർ ആകെ 2 ആംപിയറല്ലേ കൂടും. നമ്മൾ ഇതിൽ കൂടെ ഒരു വേറെ വഴി ഉണ്ടാക്കി വിടും. കറണ്ട് നമുക്ക് കട്ട് കളയാൻ പറ്റില്ലല്ലോ. കറണ്ട് ഇതിൽ കൂടെ 10 ആംപിയർ തന്നെ ഒഴുകണം. ഉണ്ടോ? കറണ്ട് ഫുള്ള് 10 ആംപിയർ തന്നെ ഇതിൽ കൂടെ ഒഴുകണം. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ ഒരു വഴി നേരത്തെ പോലെ പുള്ളിക്ക് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കും. ഈ വഴി ചെറിയ റെസിസ്റ്റൻസാ. ഇതിന് ഷണ്ട് റെസിസ്റ്റൻസ് വിളിക്കുന്നത്. ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് എന്ന് ഉദ്ദേശിച്ചാൽ വെരി ലോ റെസിസ്റ്റൻസ് ആണ്. ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് നമ്മൾ അധികം ഉണ്ടാക്കി വിടും. അതിനെ മനസ്സിലാവുന്നത് മനസ്സിലായ ശേഷം എഴുതിയാൽ മതി. കേട്ടോ, കേട്ടിട്ട് മനസ്സിലായ ശേഷം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ ശരിക്കും കേട്ട് മനസ്സിലാക്കിയിട്ട് മതി. 10 ആംപിയർ വരുമ്പോ അതൊരു എക്സാമ്പിൾ വെച്ച് എഴുതിയാൽ മതി. എക്സാമ്പിൾ വെച്ച് പെട്ടെന്ന് തീർക്കോളൂ. 10 ആംപിയർ ഗാൽവനോമീറ്ററിലൂടെ പോകാനുള്ള കപ്പാസിറ്റി ഗാൽവനോമീറ്ററിന് ഇല്ല. ഗാൽവനോമീറ്റർ ഫുൾ സ്കെയിൽ കേടായി പോകും.
അപ്പൊ നമുക്കാണെങ്കിൽ അളക്കും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഗാൽവനോമീറ്ററിൽ ആകെ 2 ആംപിയറെ മൊത്തം പോകാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ 10 ആംപിയർ വരുന്നതിനെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വിട്ടിട്ട് നമ്മൾ പറയും ചിലപ്പോ ഇവര് 9 ആംപിയർ ഇതിൽ കൂടെ പോവും, 1 ആംപിയർ ഇതിൽ കൂടെ പോകും. 9 ആംപിയർ ഇതിൽ കൂടെ കയറി ഇങ്ങോട്ട് ഇറങ്ങും, ഇവിടെ വരും. ഈ 1 ആംപിയർ ഇതിൽ കൂടെ കയറി ഇവിടെ വരും. എന്നിട്ട് 2 10 ആയിട്ട് ഇവിടെ പോകും. അപ്പൊ ഗാൽവനോമീറ്ററിൽ എത്ര കാണിച്ചാൽ 1 ആംപിയറാ കാണിച്ചാൽ, കേട്ടോണ്ട് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചോളൂ, 1 ആംപിയർ എന്ന് കാണിച്ചാൽ ബാക്കി 9 ഇതിൽ കൂടെ പോകും, മുകളിൽ കൂടെ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ, അപ്പൊ ഗാൽവനോമീറ്ററിന് ഒരു വിഷമമില്ല. അപ്പൊ ഗാൽവനോമീറ്ററിൽ ഒരു പ്രശ്നമില്ല. ആ മാക്സിമം 2 വരാവുന്നതിൽ 1 വന്നിട്ടുള്ളൂ. ഇങ്ങനെ കയറ്റിവിടും. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. ആരാ പറഞ്ഞേ? ഇപ്പൊ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. മീക ഒന്ന് പറയാമോ? ഇങ്ങനെ വിടുമ്പോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് അളക്കേണ്ടത് 10 ആംപിയറാ. പക്ഷെ ഗാൽവനോമീറ്ററിൽ ഇപ്പൊ എത്ര കാണിക്കണം മീക? ഒന്ന് പറയേ, ഗാൽവനോമീറ്ററിൽ ഇപ്പൊ എത്ര കാണിക്കണേ? ഗാൽവനോമീറ്ററിൽ കൂടി ഇപ്പൊ എത്ര ഒഴുകണേ? മീക ഒന്ന് പറഞ്ഞേ. സൗണ്ട് ഓണാക്കി. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞേ, ഗാൽവനോമീറ്ററിൽ എത്ര ഇപ്പൊ ഒഴുകണേ? കേൾക്കണില്ല? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ചോദ്യം ചോദിക്കണേ. നിങ്ങൾക്ക് ഇത് തെറ്റ് പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് പറയാൻ വേണ്ടിയാ. അല്ലെ നാളെ ഞാൻ ചോദിക്കുമ്പോൾ വേറെ രീതിക്കാ ചോദിക്കണേ. ഇന്ന് ഞാൻ പഠിപ്പിക്കുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഓടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ആൻസർ പറയണം, മിണ്ടാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞോ, അറിയില്ല എന്ന് പറയണം. അറിയില്ല. ഞാൻ പറയാം, കേട്ടോ. ആദിൽ മുഹമ്മദേ ഒന്ന് പറഞ്ഞേ. ആദിൽ മുഹമ്മദേ, ഇപ്പൊ ഗാൽവനോമീറ്ററുകൾ എത്ര ഒഴുകണേ? 1 ആംപിയർ. കേട്ടോ, നിങ്ങൾക്ക് അന്ന് ശ്രദ്ധിച്ചോ. ഞാൻ പറയാം, 10 ആംപിയർ കറണ്ട് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്ന കോലത്തിൽ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിക്കോളണം. പാരഗ്രാഫായിട്ട് എഴുതിക്കോളണം. പറഞ്ഞിട്ട് എഴുതിയാൽ മതി. പറഞ്ഞിട്ട് മനസ്സിലാക്കി എഴുതിയാൽ മതി. 10 ആംപിയർ കറണ്ടാണ് വരുന്നത്. ഗാൽവനോമീറ്ററിന്റെ പ്രശ്നം ഈ 10 ആംപിയർ നമുക്ക് 10 ആംപിയർ ഞാൻ വേറെ വാല്യൂ ഇട്ട് പറയാം കേട്ടോ. പഠിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ എക്സാമ്പിൾ വെച്ച് പറയരുത് പരീക്ഷയ്ക്ക്. 10 ആംപിയർ കറണ്ട് വന്നാൽ ഗാൽവനോമീറ്റർ വർക്ക് ചെയ്യില്ല. ഗാൽവനോമീറ്റർ ആകെ കപ്പാസിറ്റി 2 ആംപിയർ ഉള്ളൂ. അപ്പൊ അത്രയും കറണ്ട് ഗാൽവനോമീറ്റർ കടത്തി വിടരുത്. അതാണ് നമ്മുടെ എയിം. അന്ന് ഗാൽവനോമീറ്റർ അളക്കും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഗാൽവനോമീറ്റർ വരാതെ വേറെ വഴിക്ക് വിടും നമ്മൾ. അത് മുകളിൽ കൂടെ വിടും. ഗാൽവനോമീറ്റർ കയറില്ല. ഷണ്ട് റെസിസ്റ്റൻസ് ആണ്, ലോ റെസിസ്റ്റൻസ്. അത് മുകളിൽ കൂടെ നോക്കും. അത് അപ്പുറം ഒന്ന് കയറും. നമ്മുടെ ബൈപ്പാസ് ടൗണിൽ കയറാതെ, എറണാകുളം ടൗണിൽ കയറാതെ ബൈപ്പാസ് തൊടുപുഴ ചെന്നാലേ ടൗണിൽ കയറാതെ ബൈപ്പാസ് അപ്പുറത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാ? ടൗണിൽ ഭയങ്കര തിരക്കാ. ടൗണിൽ കയറി ജാം ആയി പോകും. അപ്പം വേറെ വഴി കൂടെ വിടും. എന്നിട്ട് ആ വഴിക്ക് അവിടെ പൊക്കോളും, പ്രശ്നമില്ല. അതേപോലെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് വിടും. ബൈപ്പാസ് സർജറി അങ്ങനെയാണോ? ഇതിൽ കൂടെ വിടാതെ വേറെ വഴി കൂടെ വിടും. അപ്പൊ ഇപ്പൊ ഗാൽവനോമീറ്ററിൽ ആകെ 1 ആംപിയറേ വന്നുള്ളൂ. 9 ആംപിയർ മുകളിൽ കൂടെ പോകണം. അപ്പൊ ഗാൽവനോമീറ്ററിൽ 1 ആംപിയർ. അപ്പൊ ഗാൽവനോമീറ്റർ എത്ര കാണിക്കും? ആദ്യം പറഞ്ഞിട്ട് 1 ആംപിയർ കാണിക്കും. എന്നാൽ ശരിക്കും അതിലെ എത്ര ശരിക്കും നമുക്ക് ഈ വരുന്ന കറണ്ട് ശരിക്കും എത്രയാ? അതിലെ ശരിക്കും അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാ? 10 ആംപിയർ. അപ്പൊ റീഡിങ് ശരിക്കും എത്രയാണ് കാണിക്കേണ്ട? ഗാൽവനോമീറ്റർ 10 ആണ് കാണിക്കുന്നത്. ഇപ്പൊ എത്ര കാണിക്കുന്നുള്ളൂ? 1 കാണിക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവണേ? അതല്ലേ പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഇവിടെ സ്കെയിൽ അറേഞ്ച് ചെയ്യും. നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സ്കെയിൽ എങ്ങനെയാണ്? അതായത് സ്കെയിൽ വെച്ച് എന്താ? ഡിവിഷൻ. 1 കാണിച്ചാൽ അവൻ 10 ആണ്. അങ്ങനെ എന്റെ പരിപാടി. 1 കാണിച്ചാൽ നമ്മുടെ സ്കെയില് ഇൻഡു ചെയ്യാം. അങ്ങനെ പരിപാടി ഉണ്ടല്ലോ. ഗ്രാഫ് വരയ്ക്കുമ്പോ 10 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ആണ് എന്ന് കാണിക്കാലോ. അതല്ലേ സ്കെയിൽ എന്ന് പറഞ്ഞത്. അതിൽ ഗ്രാഫിന്റെ മുകളിൽ സ്കെയിൽ എന്ന് എഴുതണേ. അതെ, ചുമ്മാ ഗ്രാഫിന്റെ മുകളിൽ അങ്ങ് പണ്ടുപോലെ സ്കെയിൽ ടീച്ചർ എഴുതാൻ പറയും, നമ്മൾ എഴുതും. അങ്ങനെയല്ല, നമ്മൾ തീരുമാനിക്കുകയാണ് ഒരു കട്ട എത്രയാണ്. അപ്പൊ 1 കാണിച്ചാൽ നമ്മൾ തീരുമാനിക്കും അത് 10 ആണ്. 2 കാണിക്കുന്നതിൽ 20 ആണ്. അപ്പൊ എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ ഇവിടെ 20 ആംപിയർ വന്നു കൂട്ട്. അപ്പൊ ഇതിൽ കൂടെ 2 ആംപിയർ കൊടുക്കും, മുകളിൽ കൂടെ 18 ആംപിയർ കൊടുക്കും. ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇവിടെ ഗാൽവനോമീറ്റർ 2 കാണിച്ചാൽ അതിന്റെ അർത്ഥം 20 ആണ് വന്നത്. ഗാൽവനോമീറ്റർ 1.5 കാണിച്ചാൽ 15 ആണ് വന്നത്. ഗാൽവനോമീറ്റർ 1 കാണിച്ചാൽ 10 ആണ് വന്നത്. ഗാൽവനോമീറ്റർ 1/2 കാണിച്ചാൽ 5 ആണ് വന്നത്. ബാക്കി മുകളിൽ കൂടെ ഒഴിക്കുള്ളൂ. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കും. അപ്പൊ ഈ അറേഞ്ച്മെന്റ് എല്ലാം കൂടി ആയി കഴിയുമ്പോൾ നമ്മൾ വിളിക്കും
അതെ, ഇത് മൊത്തം എന്താ നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. ഇത്രേ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇവൻ ആരായി മാറി? ഇവൻ അമ്മീറ്ററായി മാറി. അപ്പൊ ഗാൽവോമീറ്റർ അമ്മീറ്ററായി മാറി. ഇപ്പൊ ഗാൽവോമീറ്റർ എന്തിനാ അളക്കണേ? കറണ്ടിനെ സുഖമായിട്ട് അളന്നുകൊണ്ടിരിക്കുക. സ്കെയില് നമ്മൾ അറേഞ്ച് ആയത് 1 കണ്ടാൽ 10, 1.5 കണ്ടാൽ 15, അങ്ങനെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഹൗ വി ക്യാൻ കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ? ബൈ കണക്ടിങ്. ആരാ ഒന്ന് പറഞ്ഞ അഭിന? ബൈ കണക്ടിങ്. ഹലോ, ബൈ കണക്ടിങ്. അഭിന എവിടെ? കട്ടാവണോ? അഭിന സൗണ്ട് ഓൺ ആക്കിയേ. ആവണില്ലേ? ഇങ്ങനെ കാണിക്കുക. ആവണില്ല, ഇങ്ങനെ കാണിക്കുക. കട്ടാവണം. ശരി ശരി. ആൻമേരിയെ പറഞ്ഞത്. ആൻമേരിയെ, ഹൗ വി ക്യാൻ കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ? ബൈ കണക്ടിങ്. ബൈ കണക്ടിങ് അമ്മീറ്റർ അല്ല, how we can കണക്ടിങ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ്. എന്ത് ടൈപ്പ് റെസിസ്റ്റൻസ്? ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് എന്ന് വെച്ചാൽ ആരാണ്? വെരി ലോ റെസിസ്റ്റൻസ്. എങ്ങനെ കണക്ട് ചെയ്യണം? ഗാൽവനോമീറ്ററിനെ എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണോ? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണോ? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. സി, it's a very important concept. How we can convert a galvanometer into ammeter? By connecting a shunt resistance in series with it. In parallel with it. അവനോട് എങ്ങനെ കണക്ട് ചെയ്യണം? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കി മാറ്റാനുള്ള വഴി ഇതാണ്. ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് ഒരു ഷണ്ട് റെസിസ്റ്റൻസ്, വെരി ലോ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം? പാരലൽ ആയിട്ട് പറഞ്ഞു. ഇത് ഇങ്ങനെ സ്കെയില് ചെയ്യാതെ ഒരെണ്ണത്തിന്റെ ഒരു ആംബിയറിന്റെ കണ്ടുപിടിച്ചിട്ട് 10 ആംബിയറിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്യാം. ശരിക്കും പോലെ അമ്മീറ്റർ ഉണ്ടാക്കുന്നത് തന്നെ അമ്മീറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഗാൽവനോമീറ്ററിന്റെ എല്ലാ പാർട്സും എടുത്തിട്ട് ഗാൽവനോമീറ്ററിന്റെ എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എന്നിട്ട് ആ ഗാൽവനോമീറ്ററിന്റെ ആ പാർട്സുകളിൽ നമ്മൾ ഈ പറഞ്ഞ മാറ്റോടെ വരുത്തും. ഒരു ഷണ്ടോടെ കടത്തി വിടും. എന്നിട്ട് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കും. അതാണ് ശരിക്കും ഗാൽവനോമീറ്ററിൽ അമ്മീറ്റർ ഉണ്ടാക്കണത് തന്നെ. എന്നിട്ട് നമ്മുടെ സ്കെയിൽ ഒട്ടിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ, അങ്ങനെ ശരിക്കും ചെയ്യണേ. അനുക ഒട്ടിക്കൂല, അവർ ഒരു പേപ്പർ എഴുതി ഒട്ടിക്കുന്ന പോയിന്റിന്റെ അടിയിൽ. ആ ഒട്ടിക്കുന്ന സ്ഥലത്ത് പോയിന്റർ സാധാരണ 1 വരുന്ന സ്ഥലത്ത് 10 വരും. അങ്ങനെ കൺവേർഷൻ റേഷ്യോ എന്നായിരുന്നു പറഞ്ഞത്. അത് നമുക്ക് ഉണ്ടാക്കാറുണ്ട്. സാധാരണ 1 കാണിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നമ്മൾ 10, 10, 20, 30 അക്കോർഡിംഗ് ടു ദ വാല്യൂ, according to the size of the galvanometer, according to the value of the current we want to measure, നമ്മൾ ചേഞ്ച് ചെയ്യും. അത് എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവൻ അമ്മീറ്റർ ആണ്, നമ്മൾ നോക്കുമ്പോൾ ആൾ അമ്മീറ്റർ ആണ്, ആളുകളുണ്ട് റീഡിങ് കാണിക്കുന്നത്. പക്ഷെ അമ്മീറ്ററിന്റെ ഉള്ളിൽ ആര് തന്നെ ശരിക്കും ഗാൽവനോമീറ്ററിന്റെ ഐഡിയ തന്നെയാണ്, കൺസെപ്റ്റ് അത് തന്നെ, ഒരു മാറ്റവും ഇല്ല. ശരി. അപ്പൊ ശ്രദ്ധിച്ചോ. പറഞ്ഞോ. കട്ടാവണം മോളെ, കേൾക്കണില്ല, ക്ലിയർ ആവണില്ലോ. എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ, കേൾക്കട്ടെ. ഒന്നുകൂടെ പറഞ്ഞേ. ഡൗട്ടുകൾ ഞാൻ വിടൂല, കാരണം ഡൗട്ടുകളാണ് മെയിൻ സാധനം. പറഞ്ഞേ. അതെ. മോളിൽ കൂടെ പോണ എന്നാലും കാണിക്കൂലല്ലോ. പറയാം. മോളിൽ കൂടെ പോണെന്നല്ലോ മോളെ. ശരിക്കും പറഞ്ഞാൽ മോളിൽ കൂടെ പോകണം നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വരുന്ന 10 ആംബിയറോ 20 ആംബിയറോ എത്രയാണ് കാണിച്ചാൽ മതി. നമ്മുടെ പ്രശ്നം ഇത് നമുക്ക് കാണിക്കും വേണം, എന്നാൽ ഇതിൽ കൂടെ ഒരുപാട് ഒഴുകാനും പാടില്ല. ഇത്രയുള്ള പ്രശ്നം. നമുക്കിത് ഫുള്ള് കിട്ടും വേണം, ഇതിൽ കൂടെ ഒഴുകാനും പാടില്ല. അതായത് വണ്ടി ടൗണിൽ കയറാനും പാടില്ല, എന്നാൽ മൂവാറ്റൂർ കൂടി പോകും വേണം. മൂവാറ്റൂർ കൂടി പോകാനേ വഴിയുള്ളൂ, എന്നാൽ ടൗണിൽ കയറും ചെയ്ത്. അപ്പൊ നമ്മൾ ബൈപ്പാസ് പണിത് കൊടുക്കും പോലെ തന്നെ 10 ആംബിയർ 20 ആംബിയർ 30 ആംബിയർ നമുക്ക് അളക്കേണ്ടത്, അല്ലെങ്കിൽ 100 ആംബിയർ അളക്കേണ്ടത്. ഗാൽവനോമീറ്ററിൽ കപ്പാസിറ്റി ഇല്ലതാണ്, നമ്മുടെ കയ്യിലാണ് ഗാൽവനോമീറ്ററിന്റെ അറേഞ്ച്മെന്റേ ഉള്ളൂ, അതേ സെറ്റപ്പേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ നമ്മൾ ആ കുറെ ഭാഗം, മെജോറിറ്റിയും വേറെ സ്ഥലത്ത് കൂടെ വിടും, കുറച്ച് ഭാഗം മാത്രം ഇതിൽ കൂടെ വിടും. എന്നിട്ട് അതിന്റെ ഒരു റേഷ്യോ എടുക്കും. ഇത്ര ഇവിടെ കണ്ടാൽ ഇത്ര വന്നു, 1 ഇവിടെ കണ്ടാൽ ഇത്ര പോയി. മുകളിൽ കൂടെ പോകണം, നമുക്ക് അളക്കേണ്ട ആവശ്യമില്ല, ഇതിനും കൂടെ പൊക്കോട്ടെ. അപ്പൊ ഒരു എപ്പോഴും അങ്ങനെ വരുള്ളൂ.
എത്രയാണ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യുന്നത്? അപ്പൊ 10 വന്ന് 9 ഇതിൽ കൂടെ പോയാൽ 20 വന്നാൽ 18 അതിൽ കൂടെ പോകും. കറണ്ടിന് ഒഴുകാനുള്ള എളുപ്പം അനുസരിച്ചിരിക്കും. മുകളിൽ എങ്ങനെയാണ് കണക്കിന് അനുസരിച്ചിരിക്കും. 100 വന്നാൽ 10 ഇതിൽ കൂടെ പോകും, ബാക്കി 90 മുകളിൽ കൂടെ പോകും. 1:9. അത് നമ്മൾ റേഷ്യോ സെറ്റ് ചെയ്യും പോലെ ഇരിക്കും. നമുക്ക് അത്ര അരും കുറച്ചോ കൂട്ടിയോ ഒക്കെ സെറ്റ് ചെയ്യാം. അത് മുകളിൽ പിടിപ്പിക്കുന്ന ഷണ്ടിനെ പോലെ ഇരിക്കും. ഇല്ലേ? ഇനി ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നു സാറേ, അപ്പൊ ഇതിങ്ങനെ വരുമ്പോൾ മുകളിൽ കൂടെ എത്ര പോകണമെന്ന് കാര്യം തീരുമാനിക്കണമെന്ന്. അത് തീരുമാനിക്കുന്നത് നമ്മൾ വെക്കുന്ന ഷണ്ടാണ്. ആ ഷണ്ട് തീരുമാനിക്കുന്നത് ഏത് ടൈപ്പ് അമ്മീറ്റർ വേണം, എത്ര അളക്കണം, എത്ര വരെ അളക്കണം, എത്ര ഇതിൽ കൂടെ വരും എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഈ ഷണ്ട് തീരുമാനിക്കുന്നത്. അപ്പൊ ഷണ്ട് കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുന്നത്. എപ്പോഴുള്ള പ്രോബ്ലം. എന്ത് ടൈപ്പ് ഷണ്ട് വേണം, എത്ര വാല്യൂ ഉള്ള ഷണ്ട വേണ്ട? ഈ മറ്റേ എൻട്രൻസിലൊക്കെ ചോദിക്കുന്നതാണ്. എത്ര വാല്യൂ ഉള്ള ഷണ്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര റെസിസ്റ്റൻസ് പിടിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഹൗ വി ക്യാൻ കൺവേർട്ട് ദിസ് ടൈപ്പ് ഓഫ് ഗാൽവനോമീറ്റർ ദാറ്റ് ക്യാൻ മെഷർ ദിസ് മച്ച് വാല്യൂ അത് ചോദിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്, അതിന് ഇത്ര കറണ്ട് അളക്കണം, നിങ്ങൾ എങ്ങനെയാണ് അമ്മീറ്റർ ആക്കി മാറ്റും? അപ്പൊ നമ്മൾ പറയും ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, ഇതിപ്പോ തിയറിയിലായുള്ളൂ, ഇതിന്റെ ഫോമുല വേണം. ഫോമുലക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇവര് രണ്ടുപേരും പാരലലാ. ആരൊക്കെ നോക്കിയോടെ? ഇവന്മാർ രണ്ടുപേരും പാരലലാ. ആരൊക്കെ? ഷണ്ട് എന്ന് പറഞ്ഞ ആളും ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞ ആളും പാരലലാ. ഞാൻ പറഞ്ഞ 1-2 ഐഡിയ കേട്ടോളൂ. അതിനു വേണ്ടി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗാൽവനോമീറ്റർ കോയിലുണ്ട്, അവന്റേതായ റെസിസ്റ്റൻസ് ഉണ്ട്. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്, അതിന് ക്യാപിറ്റൽ G വെച്ച റെപ്രസെന്റ് ചെയ്യണം. എപ്പോഴും ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചതാണ്. ഇതിൽ കൂടെ ഒരു കറണ്ട് ഉണ്ട്. ഏത്? ഗാൽവനോമീറ്ററിൽ കൂടെ ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ടിനെ IG എന്ന് വിളിക്കാം. IG ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ട്. ഈ സർക്യൂട്ട് തന്നെയാണ് നോട്ട് ചെയ്യണേ. ഈ സർക്യൂട്ട് തന്നെ ഫ്രഷ് ആയിട്ട് നോട്ട് ചെയ്തോളാം. ഈ സർക്യൂട്ടിൽ വേറെ നോട്ട് ചെയ്യണം. ഞാൻ വേണ്ടി വേറെ കാണിച്ചു തരാം. നിങ്ങൾ അത് തന്നെ വരച്ചു വെക്കരുത്. നമ്മുടെ കയ്യിൽ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്ററിൽ കൂടെ ഇവിടെ വരുന്ന കറണ്ട്, ഇതിൽ കൂടെ വരുന്ന കറണ്ട് ഒരു കഷ്ണം ഇവിടെ മുകളിൽ കൂടെ SC കൂടെ കണ്ടാ, അതിൽ കൂടെ വന്ന് ഇങ്ങനെ പോവാണ്. ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ട് നമുക്ക് IG എന്ന് വിളിക്കാം. ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ട് വളരെ ചെറിയ കറണ്ട്. മുകളിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എത്ര നമുക്ക് പറയാം? ഫുൾ കറണ്ട് I. അളക്കേണ്ട ഫുൾ കറണ്ട് I. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ഗാൽവനോമീറ്ററിന് റെസിസ്റ്റൻസ് ഉണ്ട്. അത് ക്യാപിറ്റൽ G വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇതിന് റെസിസ്റ്റൻസ് അത് S വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഷണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ എന്റെ ഇക്വേഷനിലേക്ക് കിടക്കുകയാണ്. ഐഷ, അങ്ങനെയാണെങ്കിൽ ഐഷ സലീം, ഈ മോളിക്കൂടെ കറണ്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? IS എന്ന് പറയാൻ പാടില്ലേ? IS എന്ന് പറയാം, വളരെ കറക്റ്റ് ആണ്. അല്ലാതെ നമ്മൾ ഐയും IG വെച്ചിട്ട് പറയാമോ? ഐയും IG വെച്ചിട്ട് I മൈനസ് IG. ബ്രില്യന്റ്. ഇറ്റ് ഈസ് I മൈനസ് IG. അപ്പൊ IS എന്ന് പറയുന്ന സാധനം ആരാണ്? I മൈനസ് IG. കാരണം എന്താ? വരുന്ന കറണ്ടിലെ ഒരു കഷ്ണം ഗാൽവനോമീറ്ററിൽ പോയി അത് IG ആണ്. ബാക്കി ഇതിൽ കൂടെ പോയി മുകളിൽ കൂടെ പോയി I മൈനസ് IG ആബ്സല്യൂട്ട്. അപ്പൊ ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് I മൈനസ് IG. ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് IG. ഓക്കെ, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ വോൾട്ടേജ് എത്രയായി? ഇവിടുത്തെ വോൾട്ടേജ് എത്ര അക്കോർഡിംഗ് ടു ഓംസ് ലോ? ആരാ പറഞ്ഞത്? സാമുവല്ലേ? ഓംസ് ലോ എന്തായിരുന്നു? സാമുവല്ലേ, ഓംസ് ലോ എന്തായിരുന്നു? ഓംസ് ലോ പഴയ ഓംസ് ലോ ഓർക്കണ്ടോ? പഴയ ഓംസ് ലോ IR. മറുപടിയല്ല, നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. നമുക്കറിയാം നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുള്ള നമ്മുടെ സ്റ്റാൻഡേർഡിന് താന്നോണോണ്ട പ്രശ്നമില്ല. പറയാം V IR. അപ്പൊ ഇവിടുത്തെ V എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുത്തെ V I ആരാണ്? ഇവിടുത്തെ ഒന്ന് പറഞ്ഞേ ഇവനെ മുഹമ്മദ് യൂസാൻ. ഇവിടുത്തെ I ആരാണ്? മുകളിലത്തെ I മൈനസ് IG. അപ്പൊ മുകളിലത്തെ ഇവിടുത്തെ I മൈനസ് IG ആണ്. ഞാൻ പറഞ്ഞ ഒപ്പം നിൽക്കും കേട്ടോ. ഇവിടുത്തെ R ആരാണ്? നസ്ന, ഇവിടുത്തെ R ആരാണ്? ഈ മുകളിലത്തെ R ആരാ? റെസിസ്റ്റൻസ് ആരാ? ഷണ്ട് റെസിസ്റ്റന്റ്. ഷണ്ട് റെസിസ്റ്റൻസ്. ലെറ്റർ R. ലെറ്റർ ഏതാ കാണിച്ചാണ്? R അല്ലല്ലേ ഞാൻ കാണിച്ചാണ്. ലെറ്റർ ഷണ്ട് റെസിസ്റ്റൻസ് ലെറ്റർ ഏതാ കാണിച്ചാണ്? S. അപ്പൊ മുകളിലത്തെ V എന്താണ്? I മൈനസ് IG into S. താഴത്തെ പറഞ്ഞേ സുഫിനെ, താഴത്തെ പറഞ്ഞേ
ഇവിടുത്തെ ഈ കഷ്ണത്തിലെ വോൾട്ടേജ് പറഞ്ഞു, ഇവിടുത്തെ വോൾട്ടേജ് പറഞ്ഞു. അയ്യോ IG into G, ക്യാപിറ്റൽ G. ശരി. അല്ല ഞാൻ ചോദിക്കട്ടെ, അമാൻ മുഹമ്മദേ ഇപ്പൊ ഉണ്ടല്ലോ മോനെ, ഇവിടെ താഴത്തെ ഈ സംഭവം ഇവിടത്തെ വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഇവര് രണ്ടുപേരും എങ്ങനെ കണക്ട് ചെയ്താക്കണം? ഈ എസും ജിയും എങ്ങനെ കണക്ട് ചെയ്താണ്? പാരലൽ ആണോ സീരീസ് ആണോ അമാൻ മുഹമ്മദ്? പാരലൽ ആണോ സീരീസ് ആണോ? പാരലൽ ആയിട്ട് രണ്ട് ആൾക്കാരെ കണക്ട് ചെയ്താൽ ഇവന്മാരുടെ വോൾട്ടേജ് തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ. വോൾട്ടേജ് സെയിം ആയിക്കോ ഡിഫറെന്റ് ആയിരിക്കും? ശ്രദ്ധിച്ചോ, പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കും, മാറിപ്പോകാൻ പാടില്ല. കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് മാറുന്നത്. വീണ്ടും എഴുതിക്കോളും. രണ്ടാൾക്കാർ വോൾട്ടേജ്, രണ്ടാൾക്കാർ പാരലൽ, രണ്ട് ബൾബ്. ഇങ്ങനെ എങ്ങനെ ഓർക്കണമെന്ന് അറിയോ? നീ മാറിപ്പോയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ നീ ഓർത്താൽ മതി. അത് വീട്ടിലെ എല്ലാ ആൾക്കാരും പാരലായിട്ടാണ് കണക്ട് ചെയ്യും, ഡൊമസ്റ്റിക് സർക്യൂട്ട്. കാരണം വീട്ടിലെല്ലാവർക്കും 230 വോൾട്ടേജ് വേണം. അവർക്ക് കറണ്ട് പലതാ. ഇതൊന്നും ഇനി +2 കഴിഞ്ഞിട്ട് ഇതൊന്നും കയറിയില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. വീട്ടിലെ എല്ലാ ഡിവൈസും 100 ഡിവൈസ് ഉണ്ട്. ബൾബ്, ഫാന്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാവർക്കും പല കറണ്ടാണ്. തേപ്പൊട്ടി പല കറണ്ടാണ്. പക്ഷെ എല്ലാവർക്കും ഒറ്റ വോൾട്ടേജാണ്. അല്ല എല്ലാ ഡിവൈസും വോൾട്ടേജ് 230 സെറ്റ് ചെയ്യും. കറണ്ട് അക്കോർഡിംഗ് ടു ദ നീഡ്. നിങ്ങൾക്ക് ഫാനിന്റെ സ്പീഡ് കൂട്ടണോ? കറണ്ട് കൂടും, വോൾട്ടേജ് കൂടില്ല. അപ്പൊ നമ്മുടെ വീട്ടിലെ എല്ലാ ആൾക്കാരും, ഇത് വേറെ നോട്ടാട്ടോ, മേഘ വേറെ നോട്ടാ. ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അപ്പൊ ഇത് വേറെ എഴുതണം മേഘ. ഇത് പഠിക്കുന്നതിന്റെ കൂടെ വേറെ എഴുതണം. നമ്മൾ അങ്ങനെയാണ് ക്ലാസ്സിലിരിക്കുന്നത്. സാറ് പറയുന്നത് എല്ലാം ആവശ്യമുള്ളതായിരിക്കും. അപ്പൊ പുതിയ ആളായതുകൊണ്ട് ഞാൻ പറയാ. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി പറയണയാ. പാരലൽ കണക്ഷൻ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും വോൾട്ടേജ് സെയിം ആണ്. അപ്പൊ വീട് വെച്ചാൽ ഓർക്കണേ, വീട്ടില് പാരലാണ്. വീട്ടിൽ പാരലൽ വെച്ചാൽ എല്ലാവർക്കും ഒരേ വോൾട്ടേജ് കിട്ടും എന്ന് മനസ്സിലാക്കുക. അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞതെന്നറിയോ? വോൾട്ടേജ് അക്രോസ് G ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് S. വോൾട്ടേജ് അക്രോസ് ജിയുടെ ഫോർമുല കണ്ടുപിടിച്ചു കഴിഞ്ഞു. IG into G ഈസ് ഈക്വൽ ടു വോൾട്ടേജ് എസിന്റെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. I - IG into S. അപ്പൊ എന്നും പിള്ളേരെ ഏത് ഓർത്തിരിക്കുക? ഈ ഫോർമുല എന്നും പിള്ളേരുടെ ജീവിതത്തിൽ ഓർത്തിരുന്നാൽ നമുക്ക് എളുപ്പമുണ്ട്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പം. എന്താ കാരണം? ഈ ഞാൻ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് ഓർത്തിരിക്കാൻ പറ്റും. രണ്ടും പാരലാണ്. അപ്പൊ തെറ്റിപ്പോയാൽ നമുക്ക് തിരുത്താൻ പറ്റും. മറ്റേത് ഭയങ്കര കൺഫ്യൂഷൻ. ഈ GIG S കിടക്കുന്ന കൺഫ്യൂഷൻ ആവില്ല. 1 2 3 4 ലെറ്റർ ഉണ്ട്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഐഡിയ ഓർത്തിരിക്കുക. എങ്ങനെ? താഴത്തെ കറണ്ട് ഇൻറ്റു താഴത്തെ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മുകളിലത്തെ കറണ്ട് ഇൻറ്റു മുകളിലത്തെ റെസിസ്റ്റൻസ്. അപ്പൊ I - IG കിട്ടും. ഓക്കെ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? പരീക്ഷയ്ക്ക് ഇതിനകത്ത് ചോദിക്കുന്നത് എസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. എസിന്റെ വാല്യൂ. അപ്പൊ എന്ത് കണ്ടുപിടിക്കും ഇതിനകത്ത് നിന്ന്? അപ്പൊ ഇത് നിങ്ങൾ ബൈ ഹാർട്ട്, ഇതാ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം. ഈ എസ് ചോദിച്ചാൽ നീ എന്ത് ഇതിനകത്ത് എസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ S ഈസ് ഈക്വൽ ടു എന്തെന്നുണ്ടാക്കും? കൊണ്ടേക്കോ, ഇയാൾ അപ്പുറത്തേക്ക് കൊണ്ടേക്കോ. അപ്പൊ എന്താവും ബാക്കി? അപ്പൊ ചില കുട്ടികൾ ഇതാ കാണാപ്പടം പഠിക്കണേ. അത് കാണാപ്പടം പഠിക്കരുതെന്നാണ് ഞാൻ പറയണേ. കാരണം അത് കാണാപ്പടം പഠിച്ചാൽ നമ്മുടെ തിയറിയും പോവും, നമ്മൾ മറന്നും പോവും. അപ്പൊ IG G by I - IG വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളണം? എസ് കണ്ടുപിടിച്ചോളണം. നിങ്ങൾക്ക് ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, വില കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏതാ ഫോർമുല? IG G by I - IG. നിഹാലെ എഴുതണട്ടോ മോനെ. ഇത് എഴുതി ഓരോന്ന് എഴുതിയാ? എങ്കിൽ നീ ഒന്ന് പറഞ്ഞ ആരാ IG? ആരാണ് IG? പ്രോബ്ലം ചെയ്യുമ്പോ ആരായിരിക്കും IG? മോനെ കേട്ടില്ല? അതെ ഫിഗർ എന്ന് പറഞ്ഞാൽ മതി. എന്താ നമുക്ക് പ്രോബ്ലത്തിൽ ഉപയോഗിക്കാം. ഫിഗറിൽ നമ്മൾ എന്ത് എടുക്കണം മോനെ? ഒന്ന് പറഞ്ഞേ. സ്മോൾ IG എന്തായിട്ട് എടുക്കും? ഷണ്ട് റെസിസ്റ്റൻസ് പിടിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് നീ പറയണ്ടേ. അറിയില്ലാത്തവർ എഴുതിക്കോ. ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകണ കറണ്ട്.
ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകണ കറണ്ട് എത്രയാണോ അതാണ് IG. ഇനി ഞാൻ ചോദിക്കട്ടെ, അമീന സിദ്ധി, ആരാണ് ക്യാപിറ്റൽ G? ആരാണ് ക്യാപിറ്റൽ G? ഗാൽവനോമീറ്റർ അല്ല. ഗാൽവനോമീറ്റർ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ മുകളിൽ പറഞ്ഞു ഗാൽവനോമീറ്റർ കാണിക്കുന്നൊന്നുമില്ല. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഞാൻ ഈ മുകളിൽ പറഞ്ഞിട്ട് അമീന എഴുതിയിട്ടില്ലല്ലോ. ഈ മുകളിൽ പറഞ്ഞ അമീന എഴുതി വെച്ചിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ടോ അമീന? എഴുതണം. അമീന അത് എഴുതണമായിരുന്നു ആ സമയത്ത്. അപ്പൊ ക്യാപിറ്റൽ G ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ. ഓക്കെ. അപ്പൊ I ആരാ? I ഒന്ന് പറഞ്ഞേ ബേസിൽ ജോൻ, ആരാണ് ക്യാപിറ്റൽ I? ഇതില്ല നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ലല്ലോ. ക്യാപിറ്റൽ I ആരാ? എന്ത് കറണ്ടാ മോളെ? ടോട്ടൽ കറണ്ട് ദാറ്റ് വി വാണ്ട് ടു മെഷർ. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് എസ് പിടിപ്പിക്കണം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനിക്കണം അറിയാമോ? എത്ര അവിടെ ഒഴുകണ കറണ്ട് അത് വേണം. എത്ര ഗാൽവനോമീറ്റർ കൂടെ മാക്സിമം ഒഴുകാം എന്നോ ഞാൻ ശരിക്കും മനസ്സിലാക്കി. അതിൽ പ്രോബ്ലം ചെയ്യില്ല. പ്രോബ്ലം ഞാൻ ചെയ്യിക്കുന്ന ആളെ. ഗാൽവനോമീറ്റർ കൂടെ എത്ര മാക്സിമം ഒഴുകാം അതാണ് IG. ഗാൽവനോമീറ്റർ എത്ര റെസിസ്റ്റൻസ് അതാണ് ക്യാപിറ്റൽ G. എത്രയാണ് നിങ്ങൾക്ക് അളക്കേണ്ടത്? നിങ്ങൾക്ക് എത്രയാണ് മാക്സിമം കറണ്ട് അളക്കേണ്ടത്? ഫുൾ കറണ്ട് അത് I. മാറിപ്പോരുത്. നാളെ ഞാൻ ചോദിക്കുമ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വാഭാവിക പോലെ അല്ലായിരുന്നു. ഞാൻ വേറെ എഴുതി ഒച്ചുണ്ടാക്കും, വേറെ ഉണ്ടാക്കും. ഇത്ര കാര്യങ്ങൾ റെഡി ആയിരിക്കും. റൈറ്റ്? ഒറ്റ കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. സമയം 5:45 ഞാൻ നിർത്താം. പറഞ്ഞു നോക്കട്ടെ. ഓക്കെ. അപ്പൊ ഇത് ആയില്ലേ? ഇനി നമുക്ക് നേരെ വോൾട്ട് മീറ്ററിലേക്ക് പോവാം. എങ്ങനെ ചിലപ്പോൾ തീർന്നു പോകും. ഗാൽവനോമീറ്റർ എങ്ങനെ വോൾട്ട് മീറ്റർ ആക്കാന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇത് പെട്ടെന്ന് വരും. മറ്റേതിനകത്ത് പ്രശ്നമില്ല. എന്താണെന്നറിയാമോ? പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആലിയ ഫാത്തിമ ഞാൻ നിങ്ങളെ പറഞ്ഞല്ലോ, വോൾട്ട് മീറ്റർ ആവുമ്പോ ഒരു സ്ഥലത്ത് വോൾട്ടേജ് അളക്കണമെങ്കിൽ കേട്ടോ, ഒരു സ്ഥലത്ത് വോൾട്ടേജ് അളക്കണമെങ്കിൽ എന്താ ഞാൻ പറഞ്ഞേ? അതിൽ കൂടെ വോൾട്ടേജ് അളക്കുമ്പോ കറണ്ട് നല്ലപോലെ ഒഴുകണോ അതോ കറണ്ട് ഏറ്റവും കുറഞ്ഞു ഒഴുകണോ? കറണ്ട് ഏറ്റവും കുറച്ച് ഒഴുകാൻ പാകത്തിന്. കറണ്ട് ഏറ്റവും കുറച്ച് ഒഴുകാവൂ. അപ്പൊ നിങ്ങൾ കേട്ടോട്ടോ, നമ്മുടെ കയ്യിൽ ഒരു ഗാൽവനോമീറ്റർ. ഈ ഗാൽവനോമീറ്ററിന് വോൾട്ട് മീറ്റർ ആക്കണം. അപ്പൊ എനിക്ക് ഗാൽവനോമീറ്ററിന് വോൾട്ട് മീറ്റർ ആക്കുമ്പോൾ ഗാൽവനോമീറ്ററിൽ ഇപ്പൊ ഒഴുകിക്കൊണ്ടിരുന്ന കറണ്ട് പോലും ഒഴുകരുത്, ഒട്ടും ഒഴുകരുത്. എത്രത്തോളം കുറയ്ക്കാവോ അത്ര കുറയ്ക്കണം. അപ്പൊ ഒരാള് പിടിപ്പിച്ചാൽ മതി. ഒരാളെ അങ്ങോട്ട് പിടിപ്പിച്ചാൽ തന്നെ ഇവന്റെ ഒഴുകണ കറണ്ട് അങ്ങോട്ട് കുറഞ്ഞോളൂ. ഒറ്റ ആളെ പിടിപ്പിച്ചാൽ മതി. ആരായിരിക്കും ഒന്ന് പറയാം മാളവിക? ഒരാളെ ഈ ഗാൽവനോമീറ്ററിന്റെ ഒപ്പം അങ്ങോട്ട് വെച്ചു കൊടുത്താലുണ്ടല്ലോ, പിന്നെ അതിനെ കൂടെ ഒഴുകണ കറണ്ട് അങ്ങോട്ട് കുറഞ്ഞോളൂ. ആരായിരിക്കും ആള്? ഷണ്ട് റെസിസ്റ്റൻസ് വെച്ചാൽ ലോ ആണ്. അപ്പൊ ഒഴുകും. ഒട്ടും ഒഴുകരുത്. നമുക്ക് ഒഴുകുന്ന കറണ്ട് കുറയ്ക്കണം. ഗാൽവനോമീറ്റർ കൂടെ തന്നെ ഒഴുകിക്കോട്ടെ, പക്ഷെ കുറയ്ക്കണം. കുറയ്ക്കാൻ എന്ത് വെച്ചു കൊടുക്കാം? നമുക്ക് അത്യാവശ്യം നല്ലൊരാൾ വെച്ചു കൊടുത്താൽ നമുക്ക് കുറഞ്ഞോളൂ ഒഴുകുന്ന കറണ്ട്. ആളുടെ പേര് അങ്ങനത്തെ ആളെന്താ? കറണ്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സർക്യൂട്ടിൽ വെക്കണേ ഡിവൈസ്, സിമ്പിൾ ഡിവൈസ്. ചുമ്മാ പറഞ്ഞു, ഒരു സ്ഥലത്ത് കറണ്ട് ഒഴുകാണ്, ആ കറണ്ട് നമുക്ക് കുറയ്ക്കണം. അപ്പൊ എന്താ നമ്മൾ പഠിപ്പിക്കുന്ന ആള്? റെസിസ്റ്റൻസ്. അത് നിങ്ങൾ ആൻസർ പറഞ്ഞ നിർബന്ധമൊന്നുമില്ല മാളവിക. നമുക്കിത് പറയാനൊരു ശ്രമം, അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻസർ പറഞ്ഞ യാതൊരു നിർബന്ധമില്ല. റെസിസ്റ്റൻസ്. ശ്വേത മറന്നു പോയാലും മാളവിക മറക്കൂല. അതെനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് ഉണ്ടാവില്ല. അതാണ്. ഇത്ര സിമ്പിൾ ആണ്. റെസിസ്റ്റൻസ് അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കുക. നല്ല റെസിസ്റ്റൻസ് അങ്ങ് പിടിപ്പിച്ചു കൊടുക്കുക. നല്ല ഹൈ റെസിസ്റ്റൻസ്. ഹൈ റെസിസ്റ്റൻസ് പിടിപ്പിച്ചു കൊടുക്കുക. ഷണ്ടല്ല, ഷണ്ട് ലോ ആണ്. ഈ ഷണ്ട് എന്നുള്ള വാക്കണ്ട, ലോ എന്ന് പഠിച്ചാൽ മതി. ഷണ്ട് ഒരു ടേം ആയതുകൊണ്ട് ഉപയോഗിച്ചു നോക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നല്ലൊരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഈ ഗാൽവനോമീറ്റർ എന്തായി മാറി? ഇപ്പോ ഗാൽവനോമീറ്റർ വോൾട്ട്മീറ്റർ ആയി. അപ്പൊ ഹൗ വി ക്യാൻ കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻടു വോൾട്ട്മീറ്റർ? ഒന്ന് പറഞ്ഞേ നസ്രിൻ, ഹൗ വി ക്യാൻ കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻടു വോൾട്ട്മീറ്റർ? By connecting high resistance in series.
ബ്രില്യൻറ്റ്. കണ്ടോ സെന്റൻസ് ഭംഗിയായ സെന്റൻസ്. ബൈ കണക്ടിങ് എ ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ഇറ്റ്. മറ്റേതല്ലേ നമുക്ക് കുറെ പഠിക്കാവുന്നത്. കുറച്ച് ഐഡിയ ഒറ്റ കേസ് പറയാം കേട്ടോ. ഇതിൽ കൂടെ ഒഴുകണ കറണ്ട് IG, ഇതിൽ കൂടെ ഒഴുകണ കറണ്ട് IG. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ കറണ്ട് കുറഞ്ഞു, ഫുൾ കറണ്ട് I ആണ്. ഇതിൽ കൂടെ ഒഴുകണ കറണ്ട് IG. ഓക്കെ, ഇനി ഇതിന്റെ ഗാലോമീറ്ററിന്റെ റെസിസ്റ്റൻസ് G, ഈ ഹൈ റെസിസ്റ്റൻസ് R. ഇത്ര അറിയാലോ. അപ്പൊ ഇവിടത്തെ ഈ I അവിടെ നിൽക്കട്ടെ, ഇവിടത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ, നേരത്തെ പറഞ്ഞല്ലേ, ഇവിടത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ഫോർമുല? IR എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ IR ഉപയോഗിക്കുമ്പോൾ ഇവിടത്തെ കറണ്ട് IG, ഇവിടുത്തെ R ആരാണ്? ഇത്രയും സ്ഥലത്തെ R ആരാണ്? റെസിസ്റ്റൻസ് ആരാണ്? ഒന്ന് പറയാവോ മറ്റേ നുസറിനെ? കണ്ടോ മോളെ, രണ്ട് റെസിസ്റ്റൻസ്, ഒന്ന് ഹൈ റെസിസ്റ്റൻസ് ആറും വേറെ റെസിസ്റ്റൻസ് ജിയും. ഇവര് രണ്ടുപേരും സീരീസ് ആയിട്ട് കണക്ട് ചെയ്താക്കുക. സോ വാട്ട് ഈസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് സർക്യൂട്ട്? R plus G. R plus G, because in series connection we are taking the sum of it. So R plus G. So what is the current through this area? IG. What is the resistance of that area? R plus G. So what is the voltage in that area? E is equal to IG into R plus G. ഇതാണ് ഇവിടുത്തെ ഫോർമുല. അതും തീർന്നു, അതാണ് ഞാൻ തീരുന്നു പറഞ്ഞു. അപ്പൊ IG into R plus G അവിടുത്തെ വോൾട്ടേജ് അളക്കാനുള്ള ഫോർമുലയാണ്. IG into R plus G വോൾട്ടേജ് അളക്കാനുള്ള ഫോർമുല കേട്ടോ. അവിടുത്തെ വോൾട്ടേജ് അളക്കാനുള്ള ഫോർമുല. അതിൽ നിന്നും R ആരാന്ന് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പിള്ളേർ നാളെ വരിക. ഞാൻ നമുക്ക് വേണ്ട R ആരാന്നായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? R ആരാണെന്ന് എക്സ്പാൻഡ് ചെയ്യും. V by IG is equal to R plus G എന്ന് കിട്ടും. എന്നിട്ട് R കണ്ടുപിടിക്കാൻ G അപ്പുറത്തേക്ക് വിടും. അപ്പൊ R is equal to V by IG minus G എന്ന് വരും. അല്ല, ഇത് പഠിക്കണ്ട നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. അതായത് ഫിഗർ വരച്ചിട്ട് പെട്ടെന്ന് ഇത് പഠിക്കാൻ പറ്റും. അല്ല, ഇത് പഠിച്ചാൽ ബുദ്ധിമുട്ടാവും, ബൈഹാർട്ട് ചെയ്താൽ മറ്റേ ബുദ്ധിമുട്ടാവും. ഫിഗർ വരയ്ക്കാൻ എന്തായാലും പഠിക്കൂലോ. അത് വെച്ചിട്ട് നേരെ വോൾട്ടേജ് IR ഉപയോഗിക്കുക, IG to R plus G. എന്നിട്ട് R കണ്ടുപിടിക്കണമെങ്കിൽ വേറെ പണിയെടുക്കുക. ഓക്കെ. അപ്പൊ ഏകദേശം ആ ചാപ്റ്ററിന്റെ രണ്ട് പ്രോബ്ലം ഇതിന്റെ ജയിച്ചാൽ ഞാൻ ആ ചാപ്റ്റർ തീർക്കും. പക്ഷെ അത് നമുക്ക് പുതിയ ചാപ്റ്റർ നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. ഓക്കെ. Thank you, sir.